ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതിപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ബാങ്കിങ്ങും അതിൻ്റെ ലോണുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളാണ് എടുക്കുന്നത്. അപ്പം ഇന്ന് മുദ്രാ ലോൺ അല്ലെങ്കിൽ MSME ബേസ്ഡ് ആയിട്ടുള്ള മുദ്രാ ലോണും കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ബിസിനസ് ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് തോമസ് സാർ നമ്മൾ സംസാരിക്കും. സാറിനെ വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. യു ആർ വെൽക്കം സർ. ഓക്കെ, സ്നേഹമുള്ള നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങളെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. നമ്മൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്നത് ഓരോ വായ്പയെ പറ്റിയുള്ള ഓരോ സ്കീമിനെ പറ്റി പറയുകയായിരുന്നു. ഇന്നും ഒരു വായ്പ സ്കീമിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അത് മെയിനായിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു വായ്പയാണ്. ആ വായ്പ ഇന്ന് വളരെ പോപ്പുലറായ ഒരു പേരിലുള്ള ഒരു വായ്പയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച പല പല മേഖലകൾ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നു. കൃഷിക്ക് അതിൻ്റെതായ ഒരു പങ്കുണ്ട്, വ്യവസായത്തിന് അതിൻ്റെതായ ഒരു പങ്കുണ്ട്, വ്യാപാരത്തിന് അതിൻ്റെതായ ഒരു പങ്കുണ്ട്, സേവന മേഖലകൾ അതിൻ്റെ ഒരു പങ്ക് നിർവഹിക്കുന്നു. അപ്പോൾ സാമ്പത്തിക പുരോഗതിക്ക് ഈ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന മേഖല ഏതാന്ന് പറയാൻ പറ്റും? ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖല തന്നെയാണ് ഏറ്റവും കൂടുതൽ രാജ്യത്ത് ഉൽപാദനത്തിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് വ്യവസായം. വ്യവസായ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് വ്യാപാര മേഖലയും വരുന്നത്. അപ്പൊ ഈ വ്യവസായ മേഖലയിൽ തന്നെ കൂടുതൽ ഉൽപാദനം നടക്കുന്ന വൻപൻ കമ്പനികളുണ്ട്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ചെറുകിട ഇതുമുണ്ട്. ഈ കൂടുതൽ ജനങ്ങളുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ തക്കവണ്ണം കൂടുതൽ പര്യാപ്തമായത് വൻകിട കമ്പനികളാണോ ചെറുകിട കമ്പനികളോ? എന്താണ് അഭിപ്രായം? കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ചെറുകിട യൂണിറ്റുകളാണോ വമ്പൻ യൂണിറ്റുകളാണോ? നമ്മുടെ അഭിപ്രായം, നമ്മുടെ അനുഭവത്തില് വിപ്രോ, ഇൻഫോസിസ് പോലെയുള്ള വൻകിട മൂലധന കമ്പനികളാണ്. അത് ഒരു പുതിയ കൺസെപ്റ്റാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അത് സോഫ്റ്റ്വെയറിന്റെ വേറൊരു മേഖലയാണ് സാർ. വ്യവസായം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന മറ്റതല്ല, മറ്റുള്ള ഉൽപാദനമാണ്. മറ്റൊന്നും വ്യവസായം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഏതാന്ന് പറയാം? ചെറുകിട വ്യവസായങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. വമ്പൻ വ്യവസായങ്ങളെല്ലാം കൂടുതൽ മെഷീനെ ഏർപ്പെടുത്തിക്കൊണ്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് പോകാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. നേരെ മറിച്ച് ചെറുകിട യൂണിറ്റുകളാണ് കൂടുതൽ ലേബർ ഓറിയന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലും ധാരാളം ചെറുകിട യൂണിറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അയൽ സ്റ്റേറ്റുകളിലോ ഒരുപാട് ചെറുകിട യൂണിറ്റുകളുള്ള പ്രദേശങ്ങളുണ്ട്. നമ്മുടെ അടുത്തുള്ളതിൽ ചെറുകിട യൂണിറ്റുകൾ ഏറ്റവും കൂടുതലുള്ള 1-2 പ്രദേശങ്ങൾ നിങ്ങൾക്ക് പറയാം. പെരുമ്പാവൂർ നമ്മുടെ സ്റ്റേറ്റിലെ, നമ്മുടെ സ്റ്റേറ്റ് വിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സ്ഥലം കേരള അല്ല, കേരളം വിട്ടായാലും അടുത്ത സ്റ്റേറ്റുകളായാലും തമിഴ്നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരെല്ലാം എന്തെങ്കിലും വില കുറഞ്ഞ് സാധനം വാങ്ങിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ അല്ലേ? ശിവകാശി.
അത് ശിവകാശി, അത് മിക്കവാറും പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂർ ചെറുകിട മേഖല തിങ്ങി നിറഞ്ഞ ഒരു ഏരിയ. നേരെ മറിച്ച് തുണി അല്ലെങ്കിൽ ബനിയൻ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ബോംബെ. ബോംബെ അല്ല, തമിഴ്നാട്ടിൽ തന്നെ നല്ലൊരു സ്ഥലമുണ്ട്. ബനിയന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അവരുടെ. അപ്പൊ അവിടെയൊക്കെയും അവിടെ വമ്പൻ തുണി മില്ലുകളും ഉണ്ട്, ചെറുകിടവും ധാരാളം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചെറുകിട യൂണിറ്റുകൾ സർക്കാർ വളരെയധികം പ്രാധാന്യം കൊടുക്കും. അതിന് അത്രയധികം പ്രാധാന്യം ബാങ്കുകളും കൊടുക്കാൻ നിർബന്ധിതമായിട്ടുണ്ട്. ബാങ്കുകൾ കൊടുക്കുന്ന പ്രയോറിറ്റി വായ്പകൾ, മുൻഗണനാ വായ്പകളിൽ ഒന്നാം സ്ഥാനം കൃഷിക്കാണ് എങ്കിൽ രണ്ടാമത് വരുന്നത് വ്യവസായം. ഈ വ്യവസായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ വാല്യൂ, ഇമ്പോർട്ടൻസ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വായ്പ നന്നായി കൊടുക്കാൻ തക്കവണ്ണം അന്ന് പല പല മേഖലകളായിട്ട് തിരിക്കുമായിരുന്നു. ഒന്ന് വ്യവസായം, മറ്റൊന്ന് വ്യാപാരം, വേറൊന്ന് സേവന മേഖല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരുന്നു ഈ മേഖലകൾ. എന്നാൽ ഇതിനെയെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. അതിനു വേണ്ടിയിട്ട് ഒരു നിയമം പാസാക്കി. ആ നിയമത്തിന്റെ പേരാണ് MSME ആക്ട്. ഈ MSME ആക്ട് നിലവിൽ വന്നത് 2006. 2006 ആരാ നമ്മുടെ പ്രധാനമന്ത്രി? ഓർമ്മയിലുണ്ടേ പറയാം. നമ്മുടെ മൻമോഹൻ സിംഗ് ആണോ? മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനം. അദ്ദേഹമാണ് ഈ MSME ആക്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. MSME ആക്ട് കൊണ്ടുവന്ന സമയത്ത് തന്നെ MSMEക്ക് അധികം ഫിനാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നു MSME വായ്പ എന്ന് പറഞ്ഞു വായ്പ കൺസെപ്റ്റ്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വായ്പയായിരുന്നു. ഈ MSME വായ്പയിൽ തന്നെ ചെറുകിട യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള വായ്പയിൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റിയും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റും കൊണ്ടുവന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ്. അങ്ങനെ ബാങ്കുകളെല്ലാം ആവശ്യക്കാർക്ക് MSME ലോൺ ധാരാളമായി കൊടുത്തു വന്നിരുന്നു. 10 ലക്ഷം വരെയുള്ളതിന് ഒരു വായ്പയും ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി എടുത്തിരുന്നില്ല. എന്നാൽ ഈ ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി അവരിതിൻ്റെ ഗ്യാരണ്ടി കവർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ MSME കൺസെപ്റ്റ് നിലവിൽ വരികയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ആ സമയത്താണ് മൻമോഹൻ സിംഗിന്റെ മിനിസ്ട്രി നഷ്ടപ്പെടുകയും പകരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം ഈ MSME ലോണിനെ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ട് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ നടപ്പിലാക്കുവാൻ അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു. ആ പേരാണ് മുദ്ര വായ്പ. അതിന് പുള്ളി ഒരു പേര്, ഒരു സ്കീം തന്നെ കൊടുത്തു, പ്രധാനമന്ത്രി മുദ്ര യോജന. അതാണ് അതിൻ്റെ പേര്. ഈ യോജന വന്നത് ഇതിനകത്ത് മറ്റേ സ്കീമിൽ യാതൊരു മോഡിഫിക്കേഷനും വരുത്തിയില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ ബജറ്റിൽ നിന്ന് 1 പൈസ പോലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു മനോഹരമായ പേര് കൊടുത്തു. ആ പേരിനെ സംബന്ധിച്ച് നല്ല ഒരു PR വർക്കും അദ്ദേഹം ചെയ്തു. വളരെ ഒരു നല്ല പബ്ലിസിറ്റി ജനത്തിന്റെ ഇടയിൽ ഇതിന് കൊടുത്തു. മുദ്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏജൻസി അദ്ദേഹം ഉണ്ടാക്കി. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് മുദ്ര എന്ന് പറയുന്നത്. എൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതാണ്, അത് നിങ്ങൾ ആർക്കും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അതിൻ്റെ പേര് ഞാൻ പറയാം.
മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് അദ്ദേഹം അതിനുണ്ടാക്കി. അതിന്റെ പേരാണ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് റീഫിനാൻസ് ഏജൻസി പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രൈവറ്റ് അല്ല, ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ്. അപ്പം ഇതാണ് മുദ്ര എന്ന്. ഈ മുദ്രയെ വളരെയധികം പോപ്പുലാരിറ്റിയും PR വർക്കിലൂടെയും വളരെയധികം പോപ്പുലേറ്റ് ചെയ്തു. ഈ പോപ്പുലേറ്റ് ചെയ്ത ശേഷം ബാങ്കുകൾക്ക് ഇത് അവസാനം ഒരു കുരിശായിട്ട് തന്നെ വന്നു. സകല ജനങ്ങളും ഞങ്ങൾക്ക് മുദ്രാ വായ്പ വേണം എന്നും പറഞ്ഞ് ബാങ്കിനെ സമീപിക്കാൻ. പക്ഷെ സ്കീമുകളിലൊന്നും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഇവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ബാങ്കുകൾ തന്നെ ഈ മുദ്രയെ മടുത്തു എന്ന് തന്നെയില്ല, മുദ്രയെ ലോൺ എന്ന് പറഞ്ഞ് കേട്ടാൽ അവര് പറയും അത് ഞങ്ങളുടെ കോട്ട തീർന്നു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ വായ്പ കൊടുത്ത് ഈ കൊല്ലത്തെ കഴിഞ്ഞു, ഇനി കൊടുക്കാനില്ല. ആ രീതിയിലുള്ള ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോയി ചെയ്തു. അതിൻ്റെ കൺസെപ്റ്റ് വേണ്ട രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാതെ അതിൻ്റെ ബെനിഫിറ്റ് മാത്രം പബ്ലിസിറ്റി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കാം എന്താണ് ഈ മുദ്ര വായ്പ എന്നുള്ളതും. MSME കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. സാറേ കാണാമല്ലോ അല്ലേ? ഒരു വെൽക്കം. കാണാം സാറേ, കാണാം. ഓക്കെ, വെൽക്കം, എല്ലാവരും വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊരു ബിസിനസ് കാര്യത്തിനായിട്ടുള്ള ഒരു വായ്പയാണ്. അത് മറ്റാവശ്യങ്ങൾക്ക് ഇത് പറ്റില്ല, ബിസിനസ് കാര്യങ്ങൾക്ക് മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അത് മൊത്തം വരുന്നതാണ് MSME എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ്. നമുക്ക് ആദ്യം MSME എന്നാണ് നോക്കാം. MSME എന്നാൽ ഈ ബിസിനസ്സിനുള്ള യൂണിറ്റിന്റെ കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് മൈക്രോ, സ്മോൾ സ്കെയിൽ, മീഡിയം എന്റർപ്രൈസസ്, ദാറ്റ് ഈസ് MSME. മൈക്രോ, സ്മോൾ സ്കെയിൽ, മീഡിയം എന്റർപ്രൈസസ്. ഇതിനകത്ത് ഓരോന്ന് തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ടുള്ള ചില ക്രൈറ്റീരിയ. ഇത് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് 2000 ഇതിന് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു. അത് പ്രകാരം 2000 മുമ്പ് MSME എന്നുള്ള കാറ്റഗറി ഐഡന്റിഫൈ ചെയ്യാൻ ഒരൊറ്റ കൺസെപ്റ്റേ ഉണ്ടായിരുന്നു, ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് തൻ്റെ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തോ അതാണ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. അതിനുശേഷം കുറേ സാധനം ഒഴിവാക്കുകയോ അത് കുറയ്ക്കില്ല, ഏതെങ്കിലും അഡീഷൻ നടത്തി കഴിഞ്ഞാൽ അതും ആഡ് ചെയ്യുകയില്ല. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണോ അത് വെച്ചാണ് ഈ യൂണിറ്റ് മൈക്രോ ആണോ സ്മോൾ സ്കെയിൽ ആണോ മീഡിയം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020 അതിനൊരു മാറ്റം വരുത്തി. നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും അതെല്ലാം കൂടെ മൊത്തം എടുത്ത് അതിൻ്റെ അന്നത്തെ ബുക്ക് വാല്യൂ, അന്നത്തെ അല്ല, ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് വാല്യൂ എന്താണോ ആ വാല്യൂ എടുത്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക്. എന്ന് മാത്രമല്ല, പണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് പോരാ, അതിനെ നമ്മുടെ സെയിൽസ് ടേൺ ഓവറുമായിട്ടും കൂടെ ലിങ്ക് ചെയ്തു. അപ്പം സെയിൽസ് ടേൺ ഓവറിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ക്രൈറ്റീരിയ. ഇത് രണ്ടും കൂടെ മാച്ച് ആവുമ്പോൾ ആ കാറ്റഗറിക്കകത്ത് ഇത് വരികയാണ്. അപ്പോൾ മൈക്രോ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയിൽ താഴെ ആയിരിക്കണം. ഈ 1 കോടിയിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥാപനം അവരുടെ സെയിൽസ് ടേൺ ഓവർ 5 കോടിയിൽ കൂടുതൽ കഴിയാൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് കടന്നാലും അതിൽ നിന്ന് മാറും. ഇപ്പൊ നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് 1 കോടി കഴിഞ്ഞ്
പക്ഷെ സെയിൽസ് ടേൺ ഓവർ 5 കോടിയിൽ താഴെയാണെങ്കിലും അത് മൈക്രോയിൽ നിന്ന് മാറും. നേരെ മറിച്ച് 1 കോടിയിൽ താഴെയാണ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽസ് ടേൺ ഓവർ 5 കോടി കഴിഞ്ഞാൽ അതും ആ മൈക്രോയിൽ നിന്നും മാറും. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ, ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ അത് മൈക്രോ കാറ്റഗറിയിൽ വരിക. മൈക്രോ കാറ്റഗറി കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറിയാണ് സ്മോൾ സ്കെയിൽ കാറ്റഗറി എന്ന്. ഈ സ്മോൾ സ്കെയിലിനകത്ത് 1 കോടി മുതൽ 10 കോടി വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്മോൾ സ്കെയിലാണ്. സെയിൽസ് ടേൺ ഓവർ 5 കോടിക്ക് മുകളിൽ 50 കോടി വരെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കടന്നാൽ അത് അടുത്തതിലേക്ക് മാറും. ദാറ്റ് ഈസ് മീഡിയം എന്റർപ്രൈസ്. മീഡിയം എന്റർപ്രൈസസ് 10 കോടിക്ക് മുകളിൽ ഉള്ള എല്ലാം മീഡിയത്തിലേക്ക്. 10 കോടി മുതൽ 20 കോടി വരെയാണ് സ്മോൾ സ്കെയിൽ വരുന്നത്. 20 കോടിക്ക് മുകളിലേക്ക് പോകുന്നത് മീഡിയം എന്റർപ്രൈസ്. അതുപോലെ തന്നെ സെയിൽസ് ടേൺ ഓവർ സ്മോൾ സ്കെയിലിന് 50 കോടി മുതൽ 250 കോടി വരെ, അല്ല 50 കോടി മുതൽ 250 കോടി വരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. മീഡിയം ഇതിലേക്ക് വരും. സ്മോൾ സ്കെയിൽ ആണ് 1 കോടി മുതൽ 10 വരെ, 5 മുതൽ 50. ഓക്കെ, ഇത് ഞാൻ MSME പറ്റി ഒന്ന് പറയാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഇത് മുദ്രയാണ്. നമുക്ക് മുദ്രയിലേക്ക് തന്നെ പോകാം. ഇതിന്റെ ഒരു കാറ്റഗറി അറിഞ്ഞാൽ മാത്രമേ, മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ യൂണിറ്റിന് കൊടുക്കുന്ന ഒരു വായ്പയാണ്. ഓക്കെ, അപ്പം അതാണ് അതിന് പ്രധാനമന്ത്രി കൊടുത്ത പേരാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന്. ഈ മുദ്ര യോജന ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വായ്പയാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൽപാദന മേഖലയാകാം, മാനുഫാക്ചറിങ് ഉണ്ടാകാം, വ്യാപാരം ഉണ്ടാകാം, ട്രേഡിംഗ് ഉണ്ടാകാം, സേവന മേഖലകൾ വരാം. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം. വെറും വ്യാപാരം മാത്രം ചെയ്താൽ പോരാ. ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമേ അത് മാനുഫാക്ചറിങ് ആകൂ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉൽപ്പാദനമില്ല, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അത് വിൽക്കുന്നു. അതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, വ്യാപാര മേഖല. മറ്റൊന്ന് സേവനമാണ്, അവിടെ ഉൽപ്പാദനവും ഇല്ല. വ്യാപാരം എന്ന് പറഞ്ഞാലും അത് അവർ കുറെ സേവനം ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറിൻ്റെ വർക്ക്ഷോപ്പ്, അവിടെ കാറിൻ്റെ ഉൽപ്പാദനമൊന്നും നടക്കുന്നില്ല. പക്ഷെ കാറിന് വർക്ക് ചെയ്യാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് അതിനെ സർവീസ് ചെയ്ത് അതിനെ യോഗ്യതയുള്ളതാക്കി മാറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ലാപ്ടോപ്പ്, അതിന് സേവനം ചെയ്യുന്നു. അത് കേടായി, അത് നന്നാക്കി തരും. അങ്ങനെയുള്ള സേവന മേഖലകൾ അതെല്ലാം ഈ സർവീസ് സെക്ടറിലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത് രണ്ടും അല്ലാത്ത ബാങ്ക് പോലെയുള്ള അവിടെ ഒരു ഉൽപ്പാദനമൊന്നും നടക്കും. അവർ ചെയ്യുന്ന ഒരു സേവനം. ദാറ്റ് ഈസ് ഓൾസോ എ സർവീസ്. ഈ മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, സർവീസ് ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് കൊടുക്കുന്ന വായ്പയാണ്. അത് തന്നെ ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാണ്ട് കൊടുക്കുന്ന 10 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് ഉള്ള പേരാണ് മുദ്ര യോജന അല്ലെങ്കിൽ മുദ്ര. സാറേ, നമ്മുടെ ഓരോ സ്ലൈഡിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നത് ചോദിക്കാം കേട്ടോ. ജനറൽ ആയിട്ടുള്ള സംശയം നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ഏതെങ്കിലും ഈ സ്ലൈഡിൽ ഏതെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അല്ലാണ്ട് ഞാൻ പറയാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ട് അത് ആഡ് ചെയ്യും. ഈ മുദ്ര ലോണിനെ തന്നെ പല പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. അത് തിരിക്കുന്നതിൻ്റെ കാറ്റഗറൈസേഷൻ തന്നെ 2-3 തരത്തിലുണ്ട്. ഒന്നാമത്തതാണ് നമ്മുടെ തിരിച്ചടവ് കാലാവധി അനുസരിച്ച് ഇതിനെ തിരിക്കാം. തിരിച്ചടവ് കാലാവധി അനുസരിച്ച് തിരിക്കുന്നതിനെ ഒന്നിനെ ദീർഘകാല വായ്പ
അല്ലെങ്കിൽ ടേം ലോൺ എന്ന് പറയും. ടേം ലോൺ ദീർഘകാലത്തേക്ക് കൊടുക്കുന്ന വായ്പ. ദീർഘകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടവ് കാലാവധി 36 മാസത്തിൽ കൂടുതൽ വരുന്നതാണ് ടേം ലോൺ. 36 മാസത്തിൽ കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഷോർട്ട് ടൈം ലോൺ. ഷോർട്ട് ടൈം ലോൺ ഹ്രസ്വകാല വായ്പ, ചെറിയ കാലത്തേക്ക്. അതിന് 36 മാസത്തിൽ കുറവായിരിക്കണം അതിൻ്റെ തിരിച്ചടവ് കാലാവധി. അപ്പൊ ഇത് തിരിച്ചടവിൻ്റെ പീരീഡ് അനുസരിച്ചുള്ള ഒരു കാറ്റഗറൈസേഷനാണ് ഇത്. ഒന്ന് ടേം ലോൺ, ഒന്ന് ഷോർട്ട് ടൈം. പിന്നെ ഈ ഷോർട്ട് ടൈം ലോണിൽ തന്നെ ലോണായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റണ്ണിങ് അക്കൗണ്ട് ആയിട്ട് കൊടുക്കാം. അതിനെ OD എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പൺ ക്യാഷ് ക്രെഡിറ്റ് OCC എന്നും ചിലർ പറയും. OD എന്ന് പറഞ്ഞാൽ അതിന് സെക്യൂരിറ്റി ഒന്നുമില്ല, ക്ലീൻ ലോൺ. OCC എന്ന് പറയുമ്പോൾ അതിന് സെക്യൂരിറ്റി ഉള്ള വായ്പയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ അല്ല, പ്രൈം സെക്യൂരിറ്റി. ഇത് എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രൈം സെക്യൂരിറ്റി, അതിനെയാണ് പ്രൈം സെക്യൂരിറ്റി എന്ന് ഇതിനെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെ സെക്യൂരിറ്റി ഉള്ളതിന് കൊടുക്കുന്ന റണ്ണിങ് അക്കൗണ്ട് പോലെയുള്ള സേവിങ്സ് അക്കൗണ്ട് രൂപത്തിലുള്ള അക്കൗണ്ട്, ആ അക്കൗണ്ടിനാണ് റണ്ണിങ് അക്കൗണ്ട്. OD എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ്, OCC എന്ന് പറഞ്ഞാൽ ഓപ്പൺ ക്യാഷ് ക്രെഡിറ്റ്. അപ്പം ഇങ്ങനെ ടേം ലോൺ ആകാം, ഷോർട്ട് ടൈം ലോൺ. ഷോർട്ട് ടൈം ലോണിൽ ലോണായിട്ട് കൊടുക്കാം, റണ്ണിങ് അക്കൗണ്ട് ആയിട്ട്. അപ്പം ഇതാണ് റീപേയ്മെന്റ് പീരീഡ് വൈസ് ഉള്ള കാറ്റഗറൈസേഷൻ. മറ്റൊരു കാറ്റഗറൈസേഷനാണ് നമ്മൾ ഈ വായ്പ ഉപയോഗിച്ച് കരസ്ഥമാക്കുന്ന ആസ്തി എന്താണോ ആ ആസ്തി വെച്ചുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ്. അതിന് പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റിന് പറയുന്നതാണ് ടേം ലോൺ എന്നും. അതായത് ഒരു സ്ഥിരം ആസ്തി വാങ്ങിക്കണം. സ്ഥിരം ആസ്തി എന്ന് പറയുമ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കണം. ആ മെഷീനറി വാങ്ങിക്കുന്നതിന് ഒരു സ്ഥിര ആസ്തിയാണ്. അത് മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാവും. അത് നമുക്ക് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്ഥിരം ആസ്തി എടുക്കാനായിട്ടുള്ള ലോണിന് കൊടുക്കുന്നത്, അതിന് കൊടുക്കുന്ന ലോൺ ഒരു ദീർഘകാല വായ്പയായിരിക്കും, ടേം ലോൺ. അത് കൊടുക്കുന്ന ലോൺ ഫിക്സഡ് അസറ്റിന് വേണ്ടിയുള്ള ഫിക്സഡ് അസറ്റ് ലോൺ എന്ന്. അത് ദീർഘകാല വായ്പയ്ക്ക് കാലാവധി വെച്ച് കൊടുക്കാം. മറ്റൊന്നാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ച് വിൽക്കുന്നു. ആ സാധനം നമ്മളിവിടെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ വാങ്ങുന്ന സാധനം നമ്മൾ വിൽക്കുന്നു. ഇപ്പൊ ഒരു മൊബൈലിന്റെ ഷോപ്പാണെങ്കിൽ അവൻ മൊബൈൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെ വെക്കാൻ വേണ്ടിയല്ല, അത് വിൽക്കുന്നു. ആ പ്രോഡക്റ്റിന് മുടക്കുന്ന കാശ്, ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റിന് മുടക്കുന്നതിന് അത് വിറ്റ് അന്നേരം കാശാകാവുന്നതുകൊണ്ട് ഹ്രസ്വകാല വായ്പ കൊടുക്കാൻ പറ്റും, ഷോർട്ട് ടൈം. അപ്പം നമ്മൾ കരസ്ഥമാക്കുന്ന അസറ്റ് ഒന്ന് സ്ഥിരമായ ഒരു ആസ്തി ഉണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. മറ്റ് നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന അസറ്റിന് കറണ്ട് അസറ്റ്, അതിന് ഷോർട്ട് ടൈം ഹ്രസ്വകാല വായ്പ, മറ്റതിന് ദീർഘകാല വായ്പ. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ മുദ്രാ യോജനയിൽ പ്രധാനമന്ത്രി തന്നെ കൊടുത്ത ഒരു കാറ്റഗറൈസേഷനാണ്. അത് കൊടുക്കുന്ന വായ്പയുടെ തുക അനുസരിച്ചുള്ള ഒരു കാറ്റഗറൈസേഷൻ. ആ കാറ്റഗറൈസേഷനെ ആദ്യത്തെ കാറ്റഗറൈസേഷൻ പറയും ശിശു ലോൺ എന്ന് പറയും. അത് പ്രധാനമന്ത്രി തന്നെ കൊടുത്ത ഒരു പേരാണ് ശിശു. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 വരെ അതിന് വായ്പ കൊടുക്കുക. 50,000 രൂപ വരെ കൊടുക്കുന്ന വായ്പയുടെ പേരാണ് ശിശു ലോൺ. മുദ്രാ ലോൺ ശിശു. ഈ ശിശു ലോണിന്റെ പ്രത്യേകത, ആ ലോണിന് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഈ വായ്പയ്ക്ക് ഒരു പ്രോസസ്സിംഗ് ചാർജ് എടുക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു ചെറിയ വായ്പയാണ്, കുറഞ്ഞ തുകയുടെ വായ്പയാണ് ശിശു. അത് ശിശു എന്ന് പറയാൻ ശൈശവ, അത് നമുക്കറിയാം. ശിശു എന്ന് പറയാൻ നമ്മുടെ ഏറ്റവും ചെറുത് കുട്ടി. അപ്പൊ ആ ശിശുവായിട്ടുള്ള വായ്പയാണ് മുദ്രാ ലോണിന്റെ ശിശുവാണ്. അതിന് 50,000. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതിൻ്റെ പേര് കിഷോർ എന്ന് പറയും. കിഷോർ എന്ന് പറഞ്ഞാൽ 50,000 മുകളിൽ 50,001 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് പറയുന്ന പേരാണ് കിഷോർ. ഈ കിഷോറിന്റെ പ്രത്യേകത, അതിനും പ്രോസസ്സിംഗ് ചാർജ് ഒന്നും എടുക്കാൻ പാടില്ല. പക്ഷേ
അതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് വേണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെടാം. ചില ബാങ്കുകൾ 50,000 മുതൽ 1 ലക്ഷം വരെയോ അല്ലെ ചിലപ്പോൾ 2 ലക്ഷം വരെയോ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാണ്ടും വായ്പ കൊടുത്തേക്കാം. പക്ഷെ അതിനു മുകളിൽ വായ്പ വേണമെങ്കിൽ അയാളുടെ ബിസിനസ് എന്റർപ്രൈസസിന്റെ അത് നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന പ്രോജക്റ്റിന്റെ ഒരു റിപ്പോർട്ട് ബാങ്കിൽ കൊടുക്കണം. ആ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആരിത് നടത്തുന്നു, ഈ ബിസിനസിന്റെ പേരെന്താണ്, ഈ ബിസിനസ് എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഇത് എവിടെയാണ് വിൽക്കാൻ ഉപയോഗിക്കുന്നത്, ഇതിന് എന്തുമാത്രം ലാഭം കിട്ടും, ഇത് എത്ര കാലം കഴിഞ്ഞാൽ ലാഭം കിട്ടും, ഈ ലാഭം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനോട് വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ നോട്ടത്തിൽ ബാങ്കിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ടിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതിനെപ്പറ്റി പറയണേ തന്നെ അതിനൊരു പ്രത്യേക പ്രോഗ്രാം ഉണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ വേറെ ചിലയിടത്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ വേറൊരു പ്രോഗ്രാമായിട്ട് ഞാൻ ചെയ്യാം. പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് കുറച്ച്, പക്ഷെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ബിസിനസ് നടത്തുന്ന ആൾ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ യോജിപ്പ്, ഏറ്റവും നല്ലത്. അയാൾക്ക് ഇപ്പൊ പലരും ചെയ്യുന്നത് ആരെ കൊണ്ടെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിൽ ചെയ്യും. ബാങ്കുകാർ ഇത് നോക്കിയിട്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇയാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇത് ഉണ്ടാക്കാനേ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണയായിരിക്കും ബാങ്കിന്. അങ്ങനെ ഒരു വായ്പ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ആ പ്രോജക്റ്റിനെ നമ്മുടെ മനസ്സിൽ ആദ്യം രൂപപ്പെടുത്തും. മനസ്സിലൊരു പ്രോജക്റ്റ് നമുക്ക് ഉണ്ടാകണം. ആ പ്രോജക്റ്റിന് നമ്മൾ എഴുതി ഒരു കൺസെപ്റ്റ് ആക്കി തരിക. എന്നിട്ട് അതിൻ്റെ ആ മോഡലിംഗ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ച് അത് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ കിഷോറിന് ഒരു പരിധി വരെയുള്ള തുകയ്ക്ക് ഉണ്ടാകണം. അടുത്ത വായ്പയാണ് മൂന്നാമത്തത് തരുൺ എന്ന് പറയുന്നത്. തരുൺ എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വായ്പയുടെ പേരാണ് തരുൺ വായ്പ. ഈ വായ്പയ്ക്ക് പ്രോസസ്സിംഗ് ചാർജ് കൊടുക്കുകയും വേണം എന്ന് മാത്രമല്ല, ഇതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാണ്ട് തരുൺ വായ്പ കൊടുക്കുകയില്ല. അപ്പോൾ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രോജക്റ്റ് റിപ്പോർട്ടോട് കൂടി മാത്രമേ ഈ വായ്പ അനുവദിക്കൂ. അപ്പൊ ഇതാണ് ഈ 3 തരത്തിലുള്ള ഇതിന്റെ തുകയുടെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ്: ശിശു വായ്പ, കിഷോർ വായ്പ, തരുൺ വായ്പ. അപ്പൊ ഈ 3 കാറ്റഗറീസിലുള്ള വായ്പയാണ്. ഇതാണ് മുദ്രയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അടുത്തത് ഈ വായ്പ കിട്ടുവാനുള്ള യോഗ്യത എന്താണ്, എലിജിബിലിറ്റി. അത് നമുക്ക് നോക്കാം. ഇത് നമുക്കറിയാം, ഒരു ബാങ്കിൽ ഒരു വായ്പ എടുക്കണമെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണം. ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണമെങ്കിൽ അവൻ മേജർ ആയിരിക്കണം. 18 വയസ്സ്. 18 വയസ്സുള്ള ഒരാൾക്കേ പറ്റും. അപ്പൊ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്ക് ഇത് എടുക്കാം. 65 വയസ്സ് കഴിഞ്ഞാൽ ഒരു പുതിയ പദ്ധതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാങ്കുകൾ വായ്പ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. നേരെ മറിച്ചുള്ള യൂണിറ്റ് അത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ 65-ന് ശേഷവും വായ്പ അനുവദിച്ചേക്കാം. പക്ഷേ പുതിയ യൂണിറ്റുകൾക്ക് 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ വായ്പ അനുവദിക്കുകയില്ല. മാത്രമല്ല, ഇതൊരു ബിസിനസ് വായ്പയാണ്. ഇത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് പറ്റില്ല. അഗ്രികൾച്ചർ നോൺ ഫാം ആക്ടിവിറ്റീസിന് മാത്രമേ പറ്റൂ. അഗ്രികൾച്ചറിനെ ഈ വായ്പ കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വായ്പ കൊടുക്കാം. അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതിന് കൊടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കൃഷിക്ക് ആവശ്യമുള്ള വളം വിൽക്കുന്ന ഒരാൾ അയക്ക് വായ്പ എടുക്കാം. ഒരു പെസ്റ്റിസൈഡ് വിൽക്കുന്ന ഒരു കട, അവർക്ക് വായ്പ എടുക്കാം. പക്ഷേ കൃഷി ചെയ്ത് ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഈ വായ്പ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതിലെടുക്കാവുന്നത് ട്രേഡിങ്ങിന് എടുക്കാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ വ്യാപാരി, സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വ്യാപാരികൾക്ക് ഇതെടുക്കാം.
മറ്റൊന്ന് മാനുഫാക്ചറിങ് നമ്മൾ പറഞ്ഞു വ്യവസായം, എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കണം. അഗ്രികൾച്ചർ സാധനം വാങ്ങിച്ച് വേറൊരു മോഡലാക്കി ഉണ്ടാക്കുന്നതാകാം, അല്ല മറ്റെന്തെങ്കിലും സാധനമായിരിക്കും. അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഇത് എടുക്കാവുന്നതാണ്. മറ്റൊന്ന് സർവീസ്. ഈ മൂന്നിന് മാത്രമേ ഇതെടുക്കാൻ പറ്റൂ. അഗ്രികൾച്ചറിന് ഇത് എടുക്കാൻ പറ്റില്ല. ഈ 3 കാറ്റഗറിയെ പണ്ട് 3ആയിട്ട് തിരിച്ചു വായ്പ കൊടുത്തിരുന്നതിന് പകരം ഇപ്പോൾ ഒറ്റ കാറ്റഗറി മുദ്ര എന്നുള്ള പേരിലാണ് ഈ വായ്പ കൊടുക്കുന്നത്. അടുത്തത് ക്രെഡിറ്റ് മാക്സിമം 10 lakhs. 10 lakhs വേണോ കൊടുക്കൂ എന്നുള്ളതല്ല, 10 lakhs വരെയുള്ള ഏത് തുകയും ശിശു മുതലുള്ളത് ഏത് വേണേലും കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇനി ആർക്കൊക്കെ കൊടുക്കാം, ഏതെല്ലാം ടൈപ്പ് ആൾക്കാർക്ക് കൊടുക്കാം നമുക്ക് നോക്കാം. ഒന്ന്, വ്യക്തികൾ. ഒരു വ്യക്തിക്ക് ആ പേരിൽ, തൻ്റെ സ്വന്തം പേരിൽ ഈ വായ്പ എടുക്കാം. ഇൻഡിവിജ്വൽ ആ പേരിൽ ഈ വായ്പ എടുക്കാം. മറ്റൊന്ന് പ്രൊപ്രൈറ്റർഷിപ്പ്. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തും. ആ സ്ഥാപനത്തിൻ്റെ പേരിൽ വായ്പ എടുക്കാം. ആ വ്യക്തി അതിനകത്ത് വരുന്നുണ്ടെങ്കിലും വ്യക്തി വായ്പ എടുക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും. അങ്ങനെയുള്ള അതാണ് പ്രൊപ്രൈറ്റർഷിപ്പ്. അടുത്തത് പാർട്ണർഷിപ്പ്. ഒന്നിലധികം ആൾക്കാർ കൂടി ഒരു പങ്ക് ഇടപാട് നടത്തും. പാർട്ണേഴ്സ്. ഈ പാർട്ണർഷിപ്പിലായിട്ടുള്ള യൂണിറ്റുകൾക്ക് ഇതെടുക്കാം. പാർട്ണർഷിപ്പ് യൂണിറ്റിനും MSME അല്ലെങ്കിൽ ഈ മുദ്ര വായ്പ എടുക്കാം. മറ്റൊന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. കേരളത്തിൽ നമ്മൾ പറയുന്ന കുടുംബശ്രീ അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ, അവർക്ക് മുദ്ര വായ്പ എടുക്കാവുന്നതാണ്. സ്വയം സഹായ സംഘങ്ങൾ. വേറൊരു കാറ്റഗറി ഉണ്ട്, ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ്. അതായത് സമാനത ഉള്ള കൺസെപ്റ്റിലുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി അവരൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ടില്ല, അല്ലാതെ സ്വന്തം ഒരു ആക്ടിവിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് എന്ന നിലയിൽ ഈ വായ്പ, മുദ്ര വായ്പ എടുക്കാം. മറ്റൊരു കൺസെപ്റ്റാണ്, ഇത് പുതുതായിട്ട് വന്നൊരു കൺസെപ്റ്റാണ്, ഈ പാർട്ണർഷിപ്പ് തന്നെ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. അവിടെ ഈ പാർട്ണർഷിപ്പിന്റെ ലൈബിലിറ്റിക്ക് ഒരു പരിധിയുണ്ട്. അവരുടെ ക്യാപിറ്റലോളം മാത്രമേ അവർക്ക് ആരെങ്കിലും കേസ് കൊടുത്ത് തുക പിടിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. അവർക്കും ഈ വായ്പ എടുക്കാം. മറ്റൊന്നാണ് ലിമിറ്റഡ് കമ്പനീസ്. ലിമിറ്റഡ് കമ്പനീസിന് 2 കാറ്റഗറി ഉണ്ടെന്ന്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ്. ഈ 2 കമ്പനികൾക്കും അവരുടെ ലൈബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനികൾക്കും ഈ മുദ്ര വായ്പ എടുക്കാം. ഇതിന് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെന്റ് എല്ലാ ബാങ്കുകൾക്കും അവരുടേതായ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തതാണ് അവരുടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ളതെല്ലാം കൊടുക്കാം. പിന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, ആധാർ, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാം. 2 ഫോട്ടോഗ്രാഫ് കൊടുക്കണം. പിന്നെ ഈ സ്ഥാപനം നടത്തുന്നത് വാടകയ്ക്കുള്ള ഒരു കെട്ടിടത്തിലാണെങ്കിൽ അതിൻ്റെ വാടക എഗ്രിമെന്റ്, അതിൻ്റെ കോപ്പി കൊടുക്കണം. റെന്റ് എഗ്രിമെന്റ് കൊടുക്കണം. സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ കരാടച്ച രസീതും കെട്ടിട നികുതിയുടെയും കോപ്പികൾ ബാങ്കുകൾ ആവശ്യപ്പെടും. പിന്നെ പഞ്ചായത്ത് ലൈസൻസ് അത്യാവശ്യമുണ്ട്. ഏത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലാണ് ഇത് നടത്തുന്നത്, അവരുടെ ഒരു ലൈസൻസ് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോൾ കേരള ഗവൺമെന്റ് 5 കൊല്ലത്തേക്ക് ലൈസൻസ് ഇല്ലാണ്ട് നടത്താമെന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം നടത്താം. പക്ഷേ ഈ സ്ഥാപനത്തിന് പിന്നീട് ഇത് എടുക്കേണ്ടി വരും. അതിലും നല്ലത് ആദ്യം തന്നെ എടുക്കുന്നതാണ്. നമ്മുടെ ലോക്കൽ ബോഡി ലൈസൻസ് ആവശ്യമുണ്ട്. അടുത്ത ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കിഷോർ ഓർ തരുൺ പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമുണ്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവന്റെ കൺസെപ്റ്റ് എന്താണ്,
ഈ ഇതെന്തെല്ലാം നടക്കാൻ പോകുന്നു, എവിടെ ഇതുണ്ടാക്കുന്നു, ഏത് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാകും. പിന്നീട് ഇപ്പോൾ ഉള്ള യൂണിറ്റാണ്, അവരത് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മറ്റാവശ്യങ്ങൾ നിറവേറ്റാനോ ഉള്ള ഒരു വായ്പയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ 3 കൊല്ലങ്ങളിലേക്കുള്ള അവരുടെ ലാഭനഷ്ട കണക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതും അവരുടെ ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെ കോപ്പികൾ കൊടുക്കണം. ഇത് എക്സിസ്റ്റിംഗ് യൂണിറ്റ് മാത്രമാണ്. ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതിന് ഇതിന് പകരം അവരുടെ പ്രൊജക്ഷൻ, അടുത്ത കൊല്ലത്തേക്കുള്ള പ്രൊജക്ഷൻ കൊടുക്കേണ്ടി വരും. ആ പ്രൊജക്ഷൻ അനുസരിച്ചാണ്. നേരെ മറിച്ച് ടേം ലോൺ ആണെങ്കിൽ 5 കൊല്ലത്തേക്കുള്ള അല്ലെങ്കിൽ എത്ര കൊല്ലത്തേക്കാണോ ഇതിൻ്റെ തിരിച്ചടവ് വരുന്നത് അത്രയും കൊല്ലത്തേക്കുള്ള പ്രൊജക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പം ഇതാണ് കൊടുക്കേണ്ട മാറ്റം. പിന്നെ പുതിയ എക്സിസ്റ്റിംഗ് യൂണിറ്റ് ആണെങ്കിൽ അവർ GST കൊടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ GST റിപ്പോർട്ടിൻ്റെ കോപ്പി അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടി വരും. യൂണിറ്റ് പുതിയ യൂണിറ്റ് ആകുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള പ്രൊജക്ഷൻ അത് നിർബന്ധമായിട്ടും കൊടുക്കണം. അത് 6 മാസത്തിൽ കൂടുതലായാൽ 2 കൊല്ലത്തേക്കുള്ള പ്രൊജക്ഷൻ കൊടുക്കേണ്ടി വരും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുകൂടാതെ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ് അഥവാ കൊട്ടേഷൻ കൊടുക്കണം. ഈ കൊട്ടേഷൻ വെച്ചുകൊണ്ടാണ് തുക തീരുമാനിക്കുകയും അത് ആ സ്ഥാപനത്തിന് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഈ വായ്പയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രൊജക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം എന്ത് ഇൻകം പ്രതീക്ഷിക്കുന്നു, എങ്ങനെയാ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സാറേ, അല്ല പ്രൊജക്ഷൻ ആര് ഈ സ്ഥാപനം നടത്തുന്നു, അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാൾ എന്ത് പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാറേ ഞാൻ പ്രോഡക്റ്റ് അല്ല ചോദിച്ചേ, പ്രൊജക്ഷൻ റിപ്പോർട്ടിന്റെ കാര്യമാണ്. പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കുള്ള ഇവരുടെ എന്തുമാത്രം ബിസിനസ് ഉണ്ടാവും, എത്ര ലാഭം ഉണ്ടാവും, എത്ര ചെലവുണ്ടാവും, ഇങ്ങനെയുള്ള അതിന്റെ ഒരു എസ്റ്റിമേറ്റ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ സാറ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പ്രോജക്ട് റിപ്പോർട്ടിനെ പറ്റിയാ. 2 കൊല്ലത്തെ പ്രൊജക്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ ഇതെന്ന് പറഞ്ഞില്ല സാർ. അതായത് 6 മാസം കഴിഞ്ഞാൽ ഈ കൊല്ലത്തിനാണ് പകുതി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അടുത്തൊരു കൊല്ലം അല്ല, അതിന്റെ ഒരു അടുത്ത കൊല്ലം കൂടെ അവർ ചോദിക്കും. 2 കൊല്ലം, അതായത് അടുത്ത കൊല്ലം നമ്മൾ എത്രമാത്രം എക്സ്പെക്ട് ചെയ്യുന്നു, അതാണ് പ്രൊജക്ഷൻ. അത് വേണ്ടി ഇനി ഇതിന്റെ എന്തുമാത്രം ശതമാനം ഇവൻ ഇവർക്ക് കൊണ്ടുവരേണ്ടി വരുമെന്ന് നോക്കാം. ശിശു വായ്പയാണെങ്കിൽ 100% ലോൺ കിട്ടും. 50,000 വരെയുള്ള പ്രോജക്റ്റ് ആണെങ്കിലും 50,000 രൂപ വായ്പയും കിട്ടും. 100% ലോൺ, നോ മാർജിൻ. നേരെ മറിച്ച് മറ്റുള്ള കാറ്റഗറി എല്ലാം അതിന് 10% ഈ ഓണേഴ്സ് കോൺട്രിബ്യൂഷനായിട്ട് ഓണർ അടയ്ക്കേണ്ട, 90% വരെ വായ്പ ലഭിക്കും. അപ്പോൾ അതാണ് 10% മാർജിൻ അല്ലെങ്കിൽ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. 90% വരെ വായ്പ കിട്ടും. അതാണ് നമ്മൾ കൊടുക്കുന്ന ഈ പ്രോജക്റ്റിലുള്ള തുകയുടെ 90% വരെ നമുക്ക് വായ്പ കിട്ടും. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് ബാങ്ക്സ് ടു ബാങ്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. കൃത്യം ഒരു കൺസെപ്റ്റ് പറയാൻ പറ്റില്ല. ചില ബാങ്ക് 7 മുതലുള്ള റേറ്റ് ഉണ്ട്, 10 വരെ എടുക്കുന്നവരുണ്ട്. അപ്പം അതിനകത്തുള്ള ഒരു റേറ്റ് എല്ലാവരും കൊടുക്കേണ്ടി വരും. വേരിയിങ് ഫ്രം ബാങ്ക്സ് ടു ബാങ്ക്. അടുത്തത്, ഈ വായ്പ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇവർ അറൈവ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വായ്പ തുക കണ്ടുപിടിക്കുന്നതിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്. PJ നായിക് കമ്മിറ്റി റെക്കമെൻഡേഷൻ. സോറി, അത് ഞാൻ ഇവിടെ അടിച്ചത് തെറ്റിപ്പോയി. ഇറ്റ്സ് എ PR നായിക് കമ്മിറ്റി. ഈ നായിക് കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം അവരുടെ എക്സ്പെക്റ്റഡ് സെയിൽസ് ടേൺ ഓവർ എടുക്കും. ആ സെയിൽസ് ടേൺ ഓവർ വെച്ചിട്ട് അത് വെച്ചാണ് എത്ര വായ്പ കൊടുക്കാം എന്നുള്ള തുക തീരുമാനിക്കും. അപ്പം അടുത്ത കൊല്ലത്തേക്ക് എത്ര സെയിൽസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഇപ്പോൾ ഉള്ള കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അല്ല, അടുത്ത കൊല്ലത്തേക്കുള്ള എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസിൻ്റെ ടേൺ ഓവറിൻ്റെ ഫിഗർ എടുക്കും. ആ ഫിഗറിൻ്റെ 25% വരെ നായിക് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യും.
ആ 25%-ൽ 5% ഓണറുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് അടയ്ക്കണം. ബാക്കി അവർക്ക് അതിന് കൊടുക്കാവുന്നത് 20%. എക്സ്പെക്റ്റഡ് സെയിൽസ് ടേൺ ഓവറിന്റെ 20% വരെ വായ്പ. ഈ 20% കൊടുക്കാവുന്ന വായ്പയുടെ. ഇവ നമ്മുടെ 1 കോടിയാണ് നമ്മുടെ സെയിൽസ് ടേൺ ഓവറിന്റെ പ്രൊജക്ഷൻ എങ്കിൽ അതിന്റെ 20%, 20 lakhs വരെ കൊടുക്കാം. അത്രേ ഇവർക്ക് അനുവദിക്കാവുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ടേം ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് കൂടെ വാങ്ങുന്നുണ്ടാവും. ആ അസറ്റിൽ നിന്നും അവരുടെ മാർജിനായ 10% കുറച്ച് അതിന്റെ പ്രൊഫോമ ഇൻവോയ്സിലുള്ള കൊട്ടേഷനുള്ള തുക എത്രയാണോ അതിന് 90% വരെ ടൈം ലോൺ കൊടുക്കാൻ പറ്റും. പക്ഷെ വർക്കിംഗ് ക്യാപിറ്റലിനെ അസസ് ചെയ്യുന്നത് അതിന്റെ സെയിൽസ് ടേൺ ഓവർ വെച്ചിട്ടാണ്. അതിന്റെ 20% വായ്പ. ഇതാണ് വായ്പ കൊടുക്കാൻ തക്കമുള്ള തുക ബാങ്കുകൾ അറൈവ് ചെയ്യുന്ന മെത്തേഡ്. ഈ നായി കമ്മിറ്റി റെക്കമെൻഡേഷൻ നമുക്ക് കൊടുക്കാവുന്നത് 2 crores വരെയാണ്. 2 crores വരെ ബിസിനസ്സിനും 5 crore വരെ മാനുഫാക്ചറിങ്ങിനും കൊടുക്കാം. അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബിസിനസ്സിന് വ്യാപാരത്തിനുള്ള ട്രേഡിങ്ങിനാകുമ്പോൾ 2 lakhs വരെ കൊടുക്കാൻ പറ്റും. ആ റേഷ്യോ വെച്ച് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് മാനുഫാക്ചറിങ്ങിനാണ് 5 lakhs വരെയുള്ള സെയിൽസാണ് ഓരോരുത്തരും കൊടുക്കുക. ഈ വായ്പ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രൊഫോമ ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് മാർജിനുള്ള തുക കുറയ്ക്കും. ഞാൻ മുമ്പ് പറഞ്ഞു, ഇപ്പം നമ്മുടെ 10 ലക്ഷത്തിൻ്റെ ഒരു തുകയാണെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ 10% അവരടയ്ക്കണം. ബാക്കി കൊടുക്കാവുന്ന വായ്പ 9 ലക്ഷം, 90%. അപ്പോൾ 9 ലക്ഷം. ആ 9 ലക്ഷത്തിനുള്ള കൊട്ടേഷൻ എടുത്തിട്ട് ബാക്കി 1 ലക്ഷം ഈ പാർട്ടി ബാങ്കിലേക്ക് അടച്ച് ഇത് രണ്ടും കൂടെ കൂട്ടി ആണ് ഈ 10 ലക്ഷം ഇതാരാണോ കൊടുക്കുന്ന ആ സെല്ലർക്ക് ബാങ്കുകൾ കൊടുക്കുക. അതാണ് വായ്പ കൊടുക്കുന്ന മെത്തേഡ്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ ഓണറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്രയും തുക ബാങ്കിൽ അടയ്ക്കണം. ആ തുകയും ഈ ലോണോടെ എടുത്തിട്ട് ഇത് കൊടുക്കുന്ന സെല്ലർ ആരാണോ അവർക്കാണ് ബാങ്കുകൾ ഈ തുക. ഈ രീതിയിലാണ് ബാങ്കുകൾ വായ്പ. നേരെ മറിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റണ്ണിങ് ലിമിറ്റാണ് ഓടി അല്ലെങ്കിൽ ഓപ്പൺ ക്യാഷ് OCC ആണെങ്കിൽ ഇതിനൊരു ലിമിറ്റാണ് സാങ്ഷൻ ചെയ്യുന്നത്. ആ ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ അക്കൗണ്ട് വഴി ആയിരിക്കണം അദ്ദേഹം എല്ലാ ഇടപാടുകളും നടത്തേണ്ടത്. ഈ അക്കൗണ്ടിൽ കൂടെ ചെക്ക് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ RTGS വഴിയോ അല്ലെങ്കിൽ NEFT വഴിയോ ഈ റണ്ണിങ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ബിസിനസ് ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടുന്ന സെയിൽസിന്റെ പണം മുഴുവൻ ഈ അക്കൗണ്ടിൽ കൂടെ വേണം റൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ അക്കൗണ്ടിൽ കൂടെ റൂട്ട് ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഈ ബാങ്കുകളുടെ സെക്യൂരിറ്റി. അതുകൊണ്ട് ഇവിടെ ഇയാളുടെ കയ്യിൽ എന്തുമാത്രം സെക്യൂരിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ആ സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അതിൽ നിന്നും ഇയാൾ സൂക്ഷിക്കേണ്ട മാർജിൻ എത്രയാന്ന് നോക്കിയിട്ട് അത് കുറച്ച് അതിനെ ഡ്രോയിങ് ലിമിറ്റ് എന്ന് പറയും. ആ ലിമിറ്റ് അറൈവ് ചെയ്തിട്ടാണ് ഇവർക്ക് ഈ ലിമിറ്റ് ബാങ്ക് അനുവദിക്കും. ഈ സ്റ്റോക്ക് ലിമിറ്റ് കൊടുക്കുന്നത് അത് ബാങ്ക് എങ്ങനെ വിശ്വസിക്കാൻ വെക്കുമോ? ഇഷ്ടംപോലെ കൊടുക്കാൻ പറ്റില്ല. സ്റ്റോക്ക് കൂടുതലുണ്ടെന്ന് പറയാൻ മേലെ. സ്റ്റോക്ക് കൂടുതലുണ്ടെങ്കിൽ പോലും ടേൺ ഓവറും കൂടെ നോക്കും സാറേ. ടേൺ ഓവർ നോക്കും, അല്ലാണ്ട് സ്റ്റോക്കിനകത്ത് ബേസ് ഇല്ലല്ലോ. കൊടുക്കുന്ന സ്റ്റോക്ക് മാത്രം കൂടുതലാണ്, ടേൺ ഓവർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രോഡക്റ്റിന് മാർക്കറ്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവന് പൈസയുടെ ആവശ്യം ഇല്ല.
ആ മനസ്സിലായി മനസ്സിലായി. ഓക്കെ മനസ്സിലായല്ലോ? ഓക്കെ. ഓവർ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവന് കച്ചവടം വളരെ കൂടുതല, സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ ബാങ്കിന് സെക്യൂരിറ്റി ഇല്ല, പ്രൈം സെക്യൂരിറ്റി ഇല്ല. അപ്പം അന്നേരം അതിന്റെ ലിമിറ്റ് കുറയും. സ്റ്റോക്ക് എക്സസ് ആയതുകൊണ്ട് കൂടുതൽ തുക കിട്ടുകയില്ല. അപ്പൊ ആ രീതിയിൽ നോക്കിയിട്ടാണ് ഇതിന്റെ ഡ്രോയിങ് ലിമിറ്റ് എന്ന് പറഞ്ഞ ലിമിറ്റ് ബാങ്കുകൾ ഫിക്സ് ചെയ്യുന്നത്. ആ ബേസിലായിരിക്കും ഇതിന്റെ ലോൺ തുക അനുവദിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറയാം. വേണു സാറേ, ക്ലിയർ ആയി? അല്ല മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല, ഇപ്പൊ ബാങ്കിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റോക്ക് കാണിക്കാമല്ലോ. അങ്ങനെ കൊടുത്താൽ കിട്ടില്ല സാറേ. ഓക്കെ ഓക്കെ. അല്ലാതെ ബാങ്കിന്റെ ഗോഡൌണിലേക്ക് അല്ലല്ലോ കൊടുക്കുന്നേ, ഇയാളുടെ ഗോഡൌണിലല്ലേ സ്റ്റോക്ക് ഇരിക്കുന്നത്. അയാളുടെ ഗോഡൌൺ ആണെങ്കിലും അത് ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി ഫോർ ബാങ്ക്. ഓക്കെ ഓക്കെ. ഇത് ഏതെങ്കിലും രീതി ഡിഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് വല്ലതും ഉണ്ടെങ്കിൽ ബാങ്കിന് പോയി അത് പിടിച്ചെടുക്കാം. ഓക്കെ, പക്ഷെ അതൊന്നും ആക്ച്വലി പ്രാക്ടിക്കലി നടക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. അതൊന്നും നടക്കൂല. കാരണം എന്താ വെച്ചാൽ അവരെ അടിച്ചു മാറ്റും. അത് പ്രാക്ടിക്കലി നടക്കുന്നില്ല, അത് വസ്തുതയാണ്. ഓക്കെ, അത് മുമ്പൊക്കെ ഈ കീ ഷെഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കീ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ട് നടക്കുന്നില്ല. ആ കൺസെപ്റ്റേ ഇപ്പൊ ഇല്ല. അത് കോടതി പോയതിനു ശേഷം അത് ഇതായി കിടന്നു. അതില്ല, ആ കൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് പോയി. കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ വായ്പ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കണം. ഇപ്പൊ ഒരു കാർ വാങ്ങിക്കാനാണെങ്കിൽ കാറിന്റെ വില 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷത്തിൽ നിന്നും അവന്റെ മാർജിൻ, കാറിന് കൊടുക്കാനുള്ള അല്ല ഇത്, ഞാൻ ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഒരു ഫാക്ടറി നടത്തേണ്ട ഒരു മെഷീനറി അതിന് 10 ലക്ഷമാണെങ്കിൽ ആ 10 ലക്ഷത്തിന്റെ കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവന്റെ ഓണേഴ്സ് കോൺട്രിബ്യൂഷനായ 10% അയാൾ അടയ്ക്കണം. ബാക്കി ഇയാൾക്ക് കൊടുക്കാവുന്ന ലോൺ 90,000 മാത്രമേ. അല്ല, 90,000 അല്ല, 9 ലക്ഷം. 9 ലക്ഷം. ആ 9 ലക്ഷത്തിന്റെ കൂടെ അയാളുടെ 1 ലക്ഷവും ഈ 9 ലക്ഷം കൂടെ കൂടി ഇതിന്റെ സെല്ലർക്ക് 10 ലക്ഷം രൂപ ബാങ്ക്. അപ്പോൾ ഇയാൾക്ക് അവിടെ പോയി ആ പ്രോഡക്റ്റ് കൊടുക്കാം. അതിന്റെ റെസിപ്റ്റും മറ്റും ബാങ്കിൽ കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഡിസ്ബേഴ്സ്മെന്റ് രീതി, മെത്തേഡ്, ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇതിന് വേണ്ട സെക്യൂരിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സെക്യൂരിറ്റി 10 ലക്ഷം വരെ കൊളാറ്ററൽ ഫ്രീ ആന്ന് പറഞ്ഞു. പക്ഷേ സെക്യൂരിറ്റി ഇല്ല എന്നല്ല പറഞ്ഞത്. ഇതിന് സെക്യൂരിറ്റി ഉണ്ട്. ബാങ്ക് കൊടുക്കുന്ന ഫിനാൻസ് കൊണ്ട് എന്തെങ്കിലും അസറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാങ്കിന്റെ പ്രൈം സെക്യൂരിറ്റി ആണ്. അത് ബാങ്കിന് സെക്യൂർഡ് തന്നെയാണ്. പക്ഷേ ഈ ബാങ്കുകൾ കൊടുക്കുന്ന ഫിനാൻസ് കൊണ്ട് വാങ്ങിക്കാത്ത ഒരു സെക്യൂരിറ്റിയും ബാങ്കിന് എടുക്കാൻ പറ്റില്ല. അതിനെയാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ബാങ്ക് കൊടുത്ത് വാങ്ങിച്ച സാധനമല്ല, അല്ലാത്തൊരു സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്ത വായ്പ എന്ന് പറയുന്നതിന്റെ കാരണം. എന്ന് വെച്ചാൽ പ്രൈം സെക്യൂരിറ്റി ഇതിനുണ്ട്. നമ്മൾ ബാങ്കിന്റെ വായ്പ കൊണ്ട് വാങ്ങിച്ച സാധനം ബാങ്കിന്റെ സെക്യൂരിറ്റി തന്നെയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൈം സെക്യൂരിറ്റി. ഈ പ്രൈം സെക്യൂരിറ്റി മാത്രം എടുത്തുകൊണ്ട് അല്ലെ കൊളാറ്ററൽ ഇല്ലാണ്ട് വായ്പ കൊടുക്കാൻ കാരണം ഇതിന് ഗവൺമെന്റ് സ്ഥാപിച്ച സിഡ്ബി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഗ്യാരണ്ടിയുടെ പേരാണ് CGTMC, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അവർ ഈ വായ്പയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കും. ഈ ഗ്യാരണ്ടി കൊടുക്കുന്നതിന് ബാങ്ക് ഒരു ഫീസ് കൊടുക്കണം. ആ ഫീസ് പാർട്ടിയുടെ കയ്യിൽ നിന്നും ബാങ്ക് എടുത്താണ് ഈ കമ്പനി കൊടുക്കുന്നത്. അപ്പം ഇതിനൊരു ഫീസ് ഈ വ്യക്തി കൊടുക്കേണ്ടി വരും. അത് 1%. ഓരോ സമയത്തും അതിന്റെ ഫീസ് വേരി ചെയ്യാറുണ്ട്. സാധാരണ 1% ഒക്കെയാണ് കാണാറുള്ളത്. ചില സമയത്ത് ആ ഫീസ് മൊത്തം ബാങ്കുകൾ അബ്സോർബ് ചെയ്യാറുണ്ട് ചില സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ പാർട്ടിയുടെ നിന്ന് എടുക്കില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ നിന്നാണ് ഇതെടുക്കുന്നത്. ഇതെടുത്ത് ഇത് ആനുവൽ ആയിട്ട് ഈ സ്ഥാപനത്തിന് കൊടുക്കണം, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഈ ലോണിന് എന്തെങ്കിലും ഡീഫാൾട്ട് വന്നു കഴിഞ്ഞാൽ
ഈ ബാങ്കിന് അവിടെ ക്ലെയിം ചെയ്യാം, ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രൊട്ടക്ഷൻ ഇവർക്ക് റീഇംബേഴ്സ്മെന്റ് കൊടുക്കണം. പക്ഷെ ഇത് കൊടുക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടൽ അത്ര എളുപ്പമല്ല, വലിയ ഒരു അധ്വാനം വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സാധനം. പക്ഷെ എന്തായാലും ബാങ്ക് ഈ കൊളാറ്ററൽ എടുക്കാതെ കൊടുക്കുന്ന വായ്പക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ കൊളാറ്ററൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാരണ്ടി കിട്ടില്ല. ഓക്കെ, അപ്പം ഇത് കൊളാറ്ററൽ ഫ്രീ ലോണിന് മാത്രമുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി ബാങ്കുകൾക്ക് ഡീഫാൾട്ട് ലോണിലുണ്ടായാൽ അവരുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാം. ഈ പ്രോസസിംഗ് ഫീ ഉണ്ടല്ലോ, പ്രോസസിംഗ് ഫീ പെർസെന്റേജ് വൈസോ അല്ലെങ്കിൽ എമൗണ്ട് ഫിക്സഡ് എമൗണ്ടോ എങ്ങനെയാണ്? അത് ഈ ലോണിന്റെ ബേസിലാ സാറേ, പെർസെന്റേജാ സാറിന് എല്ലാവരും വരുന്നത്. ഓരോ ബാങ്കും ഓരോ രീതിയിലുള്ള പെർസെന്റേജ്, നമുക്ക് ഒരു ഫിക്സഡ് പെർസെന്റേജ് പറയാൻ പറ്റില്ല. അത് 0.5%, 0.1% ഉണ്ട്, 1% ചാർജ് ചെയ്യുന്ന. ടേം ലോൺ ആകുമ്പോൾ കൂടുതൽ പ്രോസസ്സിംഗ് ഉണ്ട്, 1% ഒക്കെ വരും. മറ്റേതിന് വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ 0.1% ആ രീതിയിലൊക്കെ. ലിമിറ്റേഷൻ വെക്കാൻ ഇതെല്ലാം ബാങ്ക് വൈസാ സാറേ. അതിന് ഒരു കോമണാലിറ്റി ഇല്ല. എല്ലാം ബാങ്കുകൾക്ക് അതാത് ബാങ്കുകൾക്ക് തീരുമാനിക്കാം. പ്രോസസ്സിംഗ് ചാർജ് ശിശുവിന് മാത്രമേ പ്രോസസ്സിംഗ് ചാർജ് ഇല്ല, ശിശുവിനും കിഷോറിനും പ്രോസസ്സിംഗ് ചാർജ് ഇല്ല. തരുണിനും മുതലുള്ളതിനെല്ലാം പ്രോസസ്സിംഗ് ചാർജ്. തിരിച്ചടവ് കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞു, ഹ്രസ്വകാല വായ്പയ്ക്കൊക്കെയാണ് 36 മാസത്തിൽ കുറവായിരിക്കും. ദീർഘകാല വായ്പ, ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന ദീർഘകാല വായ്പയാണെങ്കിൽ അതിന് 36-ന് മുകളിലുള്ള ഇതായിരിക്കും. 84 മാസം വരെ തിരിച്ചടവ് കാലാവധി. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്ന റണ്ണിങ് അക്കൗണ്ട് OCCക്ക് ആണെങ്കിൽ തിരിച്ചടവില്ല. അത് എല്ലാ സംഗതികളും ഈ അക്കൗണ്ടിൽ കൂടെ ആയിരിക്കണം റൂട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ലിമിറ്റ് നമുക്ക് തരുന്നത്, അത് ലോണിന് ഒരു ലിമിറ്റാണ് തരുന്നത്. നിങ്ങൾക്ക് 10 ലക്ഷത്തിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ ഒരു ലിമിറ്റ്, ആ ലിമിറ്റ് വരെ ഇവർക്ക് ഉപയോഗിക്കാം. അതിനകത്ത് എപ്പോൾ പൈസ അടച്ചാലും ആ ലിമിറ്റ് കുറഞ്ഞു വരും. അത്രയും ബാക്കി കിടക്കുന്ന എത്രയാണോ അത്രയും അവർക്ക് എടുക്കാം. ഇനി വീണ്ടും അതിനകത്ത് കൊണ്ടിടാം, ഇടുമ്പോൾ ലിമിറ്റ് കുറഞ്ഞു വരും, അത്രയും തുക വീണ്ടും എടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ റണ്ണിങ് അക്കൗണ്ടിന്റെ കേസ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക തിരിച്ചടവൊന്നും വരുന്നില്ല. ഈ തുക ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിന്റെ തിരിച്ചടവായി കഴിഞ്ഞു. അവർ ചെയ്യേണ്ടത്, ഈ ബാങ്കുകൾ എത്ര കാലമാണോ ഇതിന് കൊടുത്തിരിക്കുന്നത്, കാലപരിധി എത്രയാണോ കൊടുത്തിരിക്കുന്നത്, ആ കാലത്തിനുള്ളിൽ ഇത് പുതുക്കേണ്ടതുണ്ട്. വായ്പ ചിലർക്ക് 1 കൊല്ലമായിരിക്കും, ചില ബാങ്കുകൾ 2 കൊല്ലമായിരിക്കും, ചിലർ 3 കൊല്ലം. അതും ബാങ്ക് ടു ബാങ്ക് വ്യത്യാസമുണ്ട്. അത്രയും കാലം കഴിയുമ്പോൾ ഇത് പുതുക്കിയെടുക്കണം. അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ റണ്ണിങ് അക്കൗണ്ടാണ്. നേരെ മറിച്ച് അത് ലോണാണെങ്കിൽ അത് മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി എങ്ങനെയാണോ അവർ പറയുന്നത്. ബിസിനസ് വായ്പകൾക്കെല്ലാം മന്ത്ലി തന്നെയായിരിക്കും. ക്വാർട്ടർലി എന്ന് പറയുന്ന കൺസെപ്റ്റ് പൊതുവെ കാണാറില്ല. റണ്ണിങ് അക്കൗണ്ട് മന്ത്ലി ഇത് തിരിച്ചടയ്ക്കണം. പണ്ടൊക്കെ ആദ്യകാലങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ്, പിന്നീട് ഉള്ള ഇൻട്രസ്റ്റ് ആ കൺസെപ്റ്റിലായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, മിക്കവാറൊക്കെ EMI ആയിട്ട് ബാങ്കിൽ ഫിക്സ് ചെയ്യാറ്. ആ രീതിയിലാണ് അതിൻ്റെ തിരിച്ചടവ് വരും. അതാണ് ടൈം ലോണ് 84 മാസം വരെ കൊടുക്കാവുന്നത്. അതായത് ഏതെങ്കിലും സ്ഥിര ആസ്തി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മാത്രമേ ടൈം ലോൺ കൊടുക്കൂ. അതിന് ഈ നമ്മൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഡീഫാൾട്ട് വന്നു കഴിഞ്ഞാൽ 90 ദിവസത്തിൽ കൂടുതൽ തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ അക്കൗണ്ട് ആദ്യമൊക്കെ ഫോണിലൊക്കെ വേണ്ട പലപ്പോഴും കോണ്ടാക്ട് ചെയ്യും. അത് ചിലപ്പോൾ നോട്ടീസ് അയക്കും. അതിനുശേഷം ഈ NPA ആയിട്ട് തുടരുകയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ബാങ്ക് തീരും. എന്ന് മാത്രമല്ല, ഡീഫാൾട്ട് ഉള്ള തുകയ്ക്ക് ഇൻട്രസ്റ്റ് ബാങ്കുകൾ എടുക്കാറുണ്ട്. 2% വരെയുള്ള പെനാൽറ്റി ഇൻട്രസ്റ്റ്. ചെറിയ തുകയ്ക്കൊക്കെ 1% ആയിരിക്കും. മറ്റ് കൂടുതൽ തുകയുള്ളതിനെല്ലാം 2% പെനാൽറ്റി ഇൻട്രസ്റ്റ് എടുക്കും. ഇതും കഴിഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ബാങ്കുകൾ ചെയ്യുന്നത് CGTMSEയിൽ നിന്ന് ക്ലെയിം കൊടുക്കും. അതുപോലെ തന്നെ ഇവർക്കെതിരെ റിക്കവറി ആക്ഷൻ എടുക്കും. കേസ് കൊടുത്താൽ കിട്ടുന്നതാണ് കേസ് കൊടുക്കും. കേസ് കൊടുക്കാതെ കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി സാലറീഡ് ആയിട്ടുള്ള സാലറി ഉണ്ടെങ്കിൽ അവരുടെ അറ്റാച്ച് ചെയ്യാൻ പോകാറുണ്ട്. പിന്നെ റവന്യൂ റിക്കവറി എടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല നടപടികളും ചേർക്കും. അതുപോലെ തന്നെ ഡീഫാൾട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെ നിർബന്ധമായിട്ടും ബാധിക്കും. അതുകൊണ്ട്
ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വായ്പ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇനി നമ്മുടെ മുദ്ര വായ്പയുടെ ബെനിഫിറ്റുകൾ നമുക്ക് നോക്കാം. ഇത് കച്ചവടക്കാർക്ക് കിട്ടുന്ന ഒരു വായ്പയാണ്. അത് മാനുഫാക്ചറിങ്ങിന് എടുക്കാം, ട്രേഡിങ്ങിന് എടുക്കാം, സർവീസ് സെക്ടറിലുള്ള എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ഒറ്റ വായ്പയാണ് മുദ്ര വായ്പ എന്ന് പറയുന്നത്. അതിന് ഒരു കൊളാറ്ററലും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിന് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഗവൺമെന്റ് കിട്ടുന്നുണ്ട്. ഇതിന് ലോണും എടുക്കാം, ടേം ലോൺ എടുക്കാം. അതുപോലെ അപ്പം ഇത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമ്മൾ പറയാം. MSME ഡെഫിനിഷൻ നമ്മളെടുത്ത്, മുദ്രാ യോജന എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇതിന്റെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, തിരിച്ചടവ് കാലാവധി അനുസരിച്ചുള്ളത് ഉണ്ട്, റീപേയ്മെന്റ് പീരീഡ് വൈസ്, പിന്നെ നമ്മൾ കരസ്ഥമാക്കുന്ന ആസ്തിയുടെ അനുസരിച്ചുള്ള ഉണ്ട്, അസറ്റ് വൈസ്, പിന്നെ നമ്മൾ എമൗണ്ട് വൈസ് ശിശു, കിഷോർ, തരുൺ എന്നുള്ള കാറ്റഗറി ഉണ്ട്. എലിജിബിൾ ആയിട്ടുള്ള 18 മുതൽ 65 വയസ്സുള്ളവർക്ക് കിട്ടും എന്നുള്ള നമ്മൾ പറഞ്ഞു. ഇത് കൊടുക്കാവുന്ന പേഴ്സൺ ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് കൊടുക്കാം, പാർട്ണർഷിപ്പിന് കൊടുക്കാം, പ്രൊപ്പറേറ്റർഷിപ്പിന് കൊടുക്കാം, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന് കൊടുക്കാം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് കൊടുക്കാം, ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പിന് കൊടുക്കാം, ലിമിറ്റഡ് കമ്പനികൾക്ക് കൊടുക്കാം. അങ്ങനെ ആർക്കും കൊടുക്കാവുന്നതാണ്. കൊടുക്കേണ്ട ഡോക്യുമെന്റ്സുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫോട്ടോ, ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഇങ്ങനെയുള്ള ഇതെല്ലാം കൊട്ടേഷനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ, ശിശുവിനാണെങ്കിൽ ഒന്നുമില്ല, മറ്റുള്ളതിനെല്ലാം 10% വരെ കൊടുക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്ക് ടു ബാങ്ക് വേരി ചെയ്യും, 7 മുതൽ 10 വരെ ഏതുവാകും. പ്രോസസ്സിംഗ്, ഇത് കൊടുക്കുന്നത് നമ്മുടെ തുകയിൽ നിന്നും മാർജിൻ കുറച്ച് ബാക്കിയുള്ള തുകയാണ് വായ്പ അനുവദിക്കുന്നത്. അത് സെല്ലർക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ അടയ്ക്കും. സെക്യൂരിറ്റി, പ്രൈം സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ബാങ്കിന്റെ ഫിനാൻസ് കൊണ്ട് വാങ്ങിക്കുന്ന സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവും, കൊളാറ്ററൽ ഒന്നുമില്ല. റീപേയ്മെന്റ് ഹ്രസ്വകാല വായ്പയാണ് 36 മാസത്തിൽ താഴെ, മറ്റേത് 84 മാസം വരെ എടുക്കാൻ പറ്റും. പിന്നെ മറ്റു ബെനിഫിറ്റ്സ്. ഇത്രയൊക്കെയാണ് നമുക്കിതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ പ്രോഗ്രാം അത്യാവശ്യം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. ഓക്കെ, ഞാനിവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അഡീഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പ്രതീക്ഷിക്കും. ഓക്കെ, തോമസ് സാർ വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, സ്മോൾ സ്കെയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി പുതിയ ചെറിയ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഈ കുറെ കൂട്ടായ്മകളും ഒക്കെ ഇതുപോലത്തെ ലോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് മുദ്രാ ലോൺ എന്ന് പറയുന്ന ആ ലോൺ വളരെ പ്രയോജനകരമാണ്. പക്ഷെ അതിനകത്ത് പ്രോജക്ട് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിനകത്തുള്ള ഒരു ഡൗട്ട് പലരും ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു സാർ ഒരു ക്ലാസ് പ്രോജക്ട് റിപ്പോർട്ടൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? എടുക്കാം സാറേ, എൻ്റെ ഉണ്ട്, അതിനുള്ളൊരു ക്ലാസ് ഉണ്ട്. ഇന്ന സാധനം ഉണ്ട്, കൺസെപ്റ്റ് ഉണ്ട്, സാധനം ഉണ്ട്, PPT ഉണ്ട്. പ്രത്യേകിച്ച് മൊബൈലിന്റെ ഷോപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്മോൾ സ്കെയിലായിട്ട് നടത്താൻ പറ്റുന്ന ചെറിയതിനെ കുറിച്ചുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇന്ന് MSME അതിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ പ്രോജക്റ്റ് എടുക്കാം സാറേ, അവനെ അടുത്ത ആഴ്ച തന്നെ എടുത്തേ. ഓക്കെ, കേൾക്കാമല്ലോ സാർ? ഓക്കെ, അപ്പൊ ഇങ്ങനെ കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, കുറച്ച് സമയം കേൾക്കുന്നില്ലായിരുന്നു, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അസറ്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ എലിജിബിലിറ്റി എന്താണ്, ഏതൊക്കെ പേഴ്സൺസ് ആണ് കിട്ടുന്നത്, അതിന്റെ ഡോക്യുമെന്റേഷന്റെ പാർട്ടുകൾ എന്തൊക്കെയാണ്, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ ഡിസ്ബേഴ്സ്മെന്റ്, സെക്യൂരിറ്റി, റീപേയ്മെന്റ് ആൻഡ് ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ചില ഓർഗനൈസേഷനിൽ നിന്ന് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഇത് പ്രത്യേകിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള ലോണാണ്. ഇഷ്ടംപോലെ ആളുകൾ എടുത്തിട്ടുണ്ട്, എടുക്കാൻ ഇനിയും താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല സംരംഭമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇത് നല്ല വോളിയത്തിൽ പോകുന്നുണ്ടല്ലോ അല്ലേ സാറേ? ഉണ്ട് സാറേ, ധാരാളമായിട്ട് കൊടുക്കുന്നത്. നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ബാങ്കുകൾ കൊടുക്കും. ഒരു പ്രോജക്റ്റും ഇല്ലാണ്ട് ബാങ്കുകൾ ഒന്നും കൊടുക്കില്ല സാർ.
പദ്ധതി വേണം, ഇവൻ നടത്തിക്കൊണ്ടിരിക്കണം. അല്ലെ ഇവൻ ഇവൻ ശരിയായിട്ട് നടത്തുന്ന ഒരു ബോധ്യം ബാങ്കിന് ഉണ്ടാകണം. അത്രേ ഉള്ളൂ. എന്നാലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മൈക്രോയ്ക്ക് ഉണ്ടല്ലോ, അതിന് വേറെ പ്രോജക്ട് റിപ്പോർട്ട് ഒന്നും വേണ്ടല്ലോ എന്നൊന്നും കിട്ടില്ല സാറേ. ഈ മൈക്രോയ്ക്ക്, അതായത് ശിശു ഉണ്ടല്ലോ, അതിന് വേറെ പ്രോജക്ട് റിപ്പോർട്ട് ഒന്നും വേണ്ടല്ലോ. പറഞ്ഞോളൂ സാർ. അല്ല, അതിന് പ്രോജക്ട് റിപ്പോർട്ട് ഒന്നും വേണ്ടല്ലോ മൈക്രോയ്ക്ക്. മൈക്രോയിൽ ശിശുവിന് മാത്രമേ പ്രോജക്ട് റിപ്പോർട്ട്. ശിശുവിന്. അപ്പൊ ഈ ശിശുവിന് കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിലും ബാങ്കിന്റെ കാശ് കൊണ്ട് തുടങ്ങാമല്ലോ അങ്ങനെയാണെങ്കിൽ. തുടങ്ങാം. ഓക്കെ. പക്ഷെ അത് 50,000 വരെ ഉള്ളൂ സാറേ ശിശു എന്ന് പറഞ്ഞു. മതി, ചെറിയ യൂണിറ്റ് ചെറിയ യൂണിറ്റ് തുടങ്ങാം. ചെറിയ യൂണിറ്റ് തുടങ്ങാം സാർ. അതിന് പൈസ ഒന്നും കൈ വേണമെന്നില്ല. ശരി. പക്ഷെ അവന്റെ മനസ്സിൽ ഇത് ഞാൻ നടത്തുന്നൊരു ബോധ്യം ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ടത്. എനിക്ക് നടത്തി വിജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യം അവനിൽ ഉണ്ടാകണം. അത്രയേ ഉള്ളൂ. അത് നടത്തി ഒരു സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവന് അടുത്ത ലോണിലേക്ക് പോകാനും എളുപ്പം. അടുത്ത പോവാം, തീർച്ചയായിട്ടും പോവാം. ഇവൻ ഇത് നന്നായി അടയ്ക്കുമെന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കും. റോയ് സാർ കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല. റോയ് സാർ കേൾക്കുന്നില്ല. അല്ല, ഇയാള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു, പ്രോജക്ട് റിപ്പോർട്ടും വേണ്ട. അപ്പൊ ഇന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞ് ബാങ്കിനെ സമീപിച്ചാൽ മതിയല്ലോ, അപേക്ഷ വെച്ചാൽ മതിയല്ലോ. അപേക്ഷ വെച്ചാൽ മതി സാർ. മതി. പിന്നെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ബാങ്ക് എങ്ങനെ വിശ്വാസത്തിലെടുക്കും ഇതിന്? അതല്ലേ ഞാൻ പറഞ്ഞ, ബാങ്കിനെ ഇവന് കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ. അപ്പൊ പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലാണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്താൽ മതി. പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. ഇത് എന്നതാ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സാധനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവന് കൃത്യമായി പറയാൻ കഴിയണം. ഇവിടെ ഇത് സ്കോപ്പ് ഉണ്ട്, അതിന് ഇന്ന പോലെയാണ്, ഇതുകൊണ്ട് വളരെ ആൾക്കാർ അന്വേഷിച്ചു വന്നു, അപ്പൊ ഞാനിത് ഉണ്ടാക്കുവാണെങ്കിൽ ചെലവാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അത് തന്നെയല്ല അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്താൽ ഓക്കെ. അങ്ങനെ കൺവിൻസ് ചെയ്യിക്കണം. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞത് തന്നെയല്ല, അവന്റെ മനസ്സിലൊരു ഉദ്ദേശം തന്നെ ഉണ്ടാകണം. ഞാൻ ഇത് ചെയ്ത് ഇതിൽ നിന്ന് വിജയിച്ച് ഇത് അടയ്ക്കണോ എന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കണം അവൻ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. നമുക്കറിയാൻ പറ്റൂല. അത് പറ്റും. ബാങ്കുകാർ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരല്ലേ, അവർക്ക് ആളുടെ ഇത് ഉള്ളതാകുമ്പോൾ അവന് അസസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. എനിക്ക് അനുഭവമാണ്. ലോൺ എടുത്ത് കറക്റ്റായിട്ട് അടഞ്ഞപ്പോൾ ഇപ്പം ലോൺ വന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ലോൺ എടുക്കുന്നു ചോദിച്ചു. കാരണം എല്ലാം ആട്ടോ ഡെബിറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായും. സാറേ, ഞാൻ പറഞ്ഞ ഈ പരമ്പരാഗത കൈത്തൊഴിലുകൾ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കതറിയാം. അത് പ്രോഡക്റ്റിന് കയ്യിൽ ക്യാപിറ്റൽ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഈ പ്രദേശത്തൊക്കെ ഉള്ള ഈ തഴപ്പായകൾ നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് പൈസ ഇല്ല ഇൻവെസ്റ്റ് മുടക്കാനും മറ്റേനുമായിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ കൈത്തൊഴിലത് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ചെയ്യുന്നു. മെടഞ്ഞൊക്കെ എടുക്കുന്നതേ പല രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ക്യാപിറ്റൽ ഇല്ല. ആരെങ്കിലും ഫൈനാൻസ് ചെയ്താൽ ശരിയാക്കാൻ പറ്റുമെന്നായി പറയുന്നത്. അപ്പോ വരുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കുമല്ലോ എന്നോർത്താണ് ഞാനിത് പറയാൻ കാരണം അങ്ങനെ ഒരു തീർച്ചയായിട്ടും വന്നോണ്ട ഈ പരമ്പരാഗത കൈത്തൊഴിൽ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. സാർ, ഈ പുരുഷ സഹായ സംഘം എന്നൊക്കെ പറയുന്നതൊക്കെ ഇതേപോലത്തെ ലോൺ ഉദ്ദേശിക്കുന്നതാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, പുരുഷന്മാരുടെ ഇതുണ്ടല്ലോ സാർ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആവും, സ്വയം സഹായ സംഘം. അവർക്ക് ഈ വായ്പ എടുക്കാം. ഈ വായ്പ തന്നെയാണ്. ഈ വായ്പ എടുക്കാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് വേറെ വായ്പയുണ്ട്, അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ വായ്പ. ഇത് മുദ്ര വായ്പ. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാർക്ക് ഈ വായ്പയും എടുക്കാം. ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കണമെന്നുണ്ടോ? ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പായിട്ടും എടുക്കാം. ഗ്രൂപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇതിന് ബാധ്യസ്ഥരായി. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കോ ആപ്ലിക്കേഷൻ ആയിട്ട് എല്ലാവരുടെയും കൊടുക്കുന്നത്. സെൽഫ് ഹെൽപ്പ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അത് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് കൊടുക്കാനാണ് ബാങ്കുകൾക്ക് കൂടുതൽ താല്പര്യം. കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. വേറെ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഡൗട്ട്സ്? ജ്യോതികുമാർ സാർ ഉണ്ടോ? ഞാനുണ്ട് സർ. വിശദമായ ഒരു ക്ലാസ് കേട്ടു. ഇടയ്ക്കൊരു ചെറിയ മുങ്ങൽ നടത്തേണ്ടി വന്നു, എങ്കിലും കേട്ടു. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ്. ഈ എന്താ പറയേണ്ടത്, ഈ ആൻട്രപ്രണേഴ്സ്, ചെറിയ ലെവലിലുള്ളവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
ഈ കോവിഡ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇത് വളരെ ഗുണകരമാണ്. വളരെ ഗുണകരമാണ്. ഓരോ അവന്യൂസ് ഉണ്ട് എന്ന് അറിയുമ്പോഴേ പലർക്കും അറിയില്ലല്ലോ, അതാണ്. പിന്നെ അതിൻ്റെ മറ്റു വശങ്ങൾ എന്ന് പറഞ്ഞാൽ അതേതൊരു സ്ഥാപനത്തിൽ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെതായ ഫോർമാലിറ്റി കംപ്ലൈ ചെയ്യണമല്ലോ, നിർബന്ധമല്ലേ. കൊടുക്കൂ. നല്ല ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് ബാങ്കും തരും സാർ. അതാ ഇൻഡിവിജ്വൽസിനനുസരിച്ചിരിക്കും. അവരൊരു ഇന്റർവ്യൂ നടത്തില്ലേ, അതിലൊരു കോൺഫിഡൻസ് ആ ബാങ്കിന് തോന്നിയാൽ അവർ ധൈര്യമായിട്ട് തരും. അവർ തരും, ഉറപ്പായിട്ട് തരും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം. അല്ലാതെ ഈസി മട്ടിൽ കംപ്ലൈന്റ് പറയാനായിട്ട് പോകുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കൊന്നും പിന്നെ ഇത് അങ്ങനെ ഇല്ല, അത് വല്ലതും പെട്ടെന്ന് കിട്ടണം, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോയാൽ നടക്കില്ല. നല്ല ഒരു പ്ലാനിൽ പോയാൽ ബാങ്കുകാർ നന്നായി സഹായിക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ റിസ്ക് എടുക്കുന്നതും ചിലപ്പോൾ അബദ്ധം പറ്റുന്നതും. നമ്മൾ ഈ വലിയ വലിയ കമ്പനികൾക്കൊക്കെ വലിയ വലിയ ആളുകൾ മുങ്ങി എന്നൊക്കെ പറയുന്നില്ലേ സാർ, വാസ്തവത്തിൽ അതിലൊന്നും ഒരു സത്യവുമില്ല. കാരണം ബാങ്കുകാർ അറിഞ്ഞുകൊണ്ടല്ല. ഇപ്പം ഞാൻ സാറിനെ കൺവിൻസ് ചെയ്യാൻ എനിക്കൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ സാർ അതിന് സാർ ഒരു മുൻതൂക്കം തരും, ചെറിയ റിസ്ക് എടുക്കും. അങ്ങനെയൊക്കെ ഇവിടെ വ്യവസായം വളരുള്ളൂ. അല്ല, അങ്ങനെയുണ്ടല്ലോ. അതെ, അങ്ങനെയൊക്കെ വ്യവസായം വളരൂ. പക്ഷെ നിർഭാഗ്യത്തിന് ഞാൻ തുടങ്ങിയ ഒരു സാധനം പൊളിഞ്ഞു പോയി, എന്ത് ചെയ്യും? അത് പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഇല്ലേ, പലതും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പല അടികളും വരികയാണ്. പല രാജ്യങ്ങളും പല തരത്തിൽ അപ്പോ ചിലപ്പോൾ പൊളിഞ്ഞു പോകും. അത് നമ്മൾ ബാങ്കിനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ കോൺക്രീറ്റ് എവിഡൻസോട് കൂടി എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. ഡെവലപ്മെന്റൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ, ഒന്നും നടക്കില്ല. അപ്പൊ അതിൽ നമ്മൾ പലരും കണ്ണടച്ച് കുറ്റം പറയും. നമ്മൾ ഈ റോക്കറ്റ് വിടുമ്പോൾ താഴെ പോകുന്നു എന്ന് പറഞ്ഞ പോലെ കുറ്റം പറയാൻ വേഗം കഴിയുമല്ലോ. പക്ഷെ അതിലൊക്കെ പലതരത്തിൽ, അതുകൊണ്ടാണ് ഈ ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഒക്കെ കൊടുക്കാൻ ബാങ്കിന് സാധിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാ. സാറേ, പ്രോജക്ട് റിപ്പോർട്ട് എല്ലാ തരത്തിലും ലോണുകൾക്ക് ഒരേന്ന് തന്നെയായിരിക്കും, ഒരേ രീതി തന്നെ? അല്ല സാറേ, എല്ലാത്തിനും ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്നാന്നേ ഉള്ളൂ. മെത്തേഡൊക്കെ ഒന്ന് തന്നെയാ, പക്ഷെ പ്രോജക്ട് റിപ്പോർട്ടിൽ കൺസെപ്റ്റ് വേറെ വേറെയാ, ഡിഫറെന്റ് പർപ്പസ് ആയിരിക്കും. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ഈ മുദ്ര ലോൺ ഇത് വരുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉദ്ദേശം ശരിക്കും. അതുകൊണ്ടാണ് ഈ 50,000 വെച്ച് LLG ഇതിലേക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പേഴ്സൺസിനെ ഇൻവോൾവ് ചെയ്തിട്ട് അത് ഗ്രൂപ്പ് ആക്കിയിട്ട് അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് അത് ഫോം ചെയ്തത്. അങ്ങനെയല്ലേ? ഈ വഴിയോര കച്ചവടക്കാർക്ക് വരെ എടുക്കാവുന്നതാണോ? സാർ നാളെ എന്താ പ്രോഗ്രാം? സാർ നാളെ ഓക്കെ സാർ, റെഡി. ഓക്കെ, നാളെ ഇനിയിപ്പോ സൂക്ഷ്മ ശരീരത്തിനൊക്കെ വരാൻ പോകും. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ കൈപിടിച്ച് പോകേണ്ടത്. കാരണം കുറച്ചുകൂടി പിന്നെ റിയലൈസേഷൻ വരും. അപ്പൊ അത് എനിക്ക് മറ്റേ ഇതൊന്നും ടെക്നിക്കൽ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് അത് സ്ലൈഡ് ഒന്നും ഇടാൻ പറ്റാത്തത്. അത് കുഴപ്പമില്ല സാർ. കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് സാധനം സ്റ്റാർട്ട് ചെയ്യാം. അതൊന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതായത് സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് തിരുത്തുകയും ചെയ്യാം. പക്ഷെ ഇനി ഈ ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ് കുറച്ചും കൂടി ഇതാവും. മറ്റേതെന്ന് വെച്ചാല് സ്ഥൂല ശരീരം മനസ്സിലാവാണ്ട് സൂക്ഷ്മ ശരീരത്തേക്ക് പോകുമ്പോൾ ശരിയാവില്ല. അപ്പൊ അല്ലേ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും 2 പാർട്ടാക്കിയിട്ട് എടുത്തത്. ഇനിയിപ്പോ വരാൻ പോകുന്നത് സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് ഇന്ററാക്ഷനോട് കൂടി തന്നെ വേണമെങ്കിൽ പോകാൻ പറ്റും. അത് എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അതിനനുസരിച്ചിട്ട് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്റ്റിലസ്റ്റ് ഫോം, അതിസൂക്ഷ്മം. How to connect through the yoga. Correct. സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം തോമസ് സാർ ക്ലാസ് എടുക്കാൻ. തോമസ് പോൾ സാർ എന്തായാലും പറയാനുണ്ടോ നമ്മുടെ പ്രോഗ്രാം? ഇത് നമ്മള് സാറിനോട് പറയാനുള്ളത്, സാറ് ഇവിടെ ചെയ്യുന്നത് ഹോൾ ഇന്ത്യ മുഴുവനും ഇത് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയാ, ഓരോ വാക്കുകളും എടുത്ത് നിർത്തി പറയുന്നുണ്ട്. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് ക്ലാസ്സിൽ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോ വിഷ്വൽ ടെക്നിക്ക് അനുസരിച്ച് ക്ലാസ്സിൽ പറയും.
നമ്മൾ വീട്ടിൽ ചെന്ന് വീണ്ടും വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. ഇതത് വേണ്ട, സാറ് ഓരോ സെന്റൻസും വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ തന്നെ കാര്യം നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിസൂക്ഷ്മം സബ്റ്റിലസ്റ്റ് ഫോമിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ ലെജിസ്ലേഷനും എക്സിക്യൂഷനും ജുഡീഷ്യറിയും അനുസരിച്ച് ഒരു ബാങ്കിന് എങ്ങനെ സെക്യൂർ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള കോൺസെപ്റ്റ് അതിലെല്ലാം ഉണ്ട്. പിന്നെ സാറിന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ, അതറിയാം. അവസാനം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ലൈഫ്, അവസാനം സാറ് റിട്ടയർ ചെയ്തിട്ടുള്ള ആ അനുഭവ പാഠങ്ങളിൽ നിന്ന് നിറകുടം തുളുമ്പില്ല എന്ന് പറയും. അത് ഒരുപാട് പറയാനുണ്ട്, ഞാനിപ്പോ അത് ഈ വേദിയിൽ അത് പറയുന്നില്ല. അപ്പൊ ആ സാർ അത് വളരെ കൃത്യമായിട്ട് എല്ലാം പറയുന്നുണ്ട്. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്, ഗോഡ് ബ്ലെസ് യു. SHGയുടെ ലൈബിലിറ്റി ഗ്രൂപ്പ് ആണെന്നുള്ളത് ഒരു കറക്റ്റ് ഇതാണോ? ഇൻഡിവിജ്വൽസിനല്ലേ ലൈബിലിറ്റി ഉള്ളൂ? അല്ല സാറേ, SHGക്ക് ലൈബിലിറ്റി ഗ്രൂപ്പിന് തന്നെ വരും സാർ. ഇൻഡിവിജ്വൽസിനാണ് അവിടെ ഇൻഡിവിജ്വൽസിന്റെ ഡെപ്പോസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്. ഇൻഡിവിജ്വൽസിന്റെ ലോണായിട്ടാണ് അത് ഈ എഫക്റ്റിൽ വരുന്നത്. അല്ലേ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു അസറ്റോ കാര്യങ്ങളോ സെക്യൂരിറ്റി ഒന്നും ഉള്ളവരല്ല. പക്ഷെ ഇവർക്ക് ബാധ്യത എല്ലാവർക്കും വരും സാർ. നേരെ മറിച്ച് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പിനാകുമ്പോൾ രണ്ട് കൺസെപ്റ്റും ഉണ്ട്. വ്യക്തിക്ക് ഇൻഡിവിജ്വൽ വായ്പ എടുക്കാം, ഗ്രൂപ്പ് വായ്പ എടുക്കാം. ഇൻഡിവിജ്വൽ വായ്പയാണെങ്കിൽ ഇൻഡിവിജ്വൽ മാത്രമേ ബാധകം വരൂ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്കീം സാറേ മുദ്രയെക്കാളും നല്ലത് PMEGP എന്നുള്ള സ്കീമിൽ എടുക്കണം. അപ്പൊ ഇറ്റ് ഈസ് എലിജിബിൾ ഫോർ സബ്സിഡി ആൻഡ് ബാങ്ക് ഈസ് ഓൾസോ നല്ലതാണ്. വേറൊരു പ്രോഗ്രാം വേണം ചെയ്യാം സാർ. PMEGP ചെയ്യാം, സബ്സിഡി കിട്ടും. മുദ്ര എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടും, ഒരു കൊളാറ്ററലും ഇല്ല, സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുന്ന ലോണാണ്. തന്നു കൊടുത്താൽ കൊടുത്തു, അത്ര തന്നെ. അല്ല തന്നു അതുകൊണ്ട് ബാങ്കിനും പൊതുവെ താല്പര്യം കുറവാണ്. ഒരു ഉറപ്പില്ല. ഗവൺമെന്റ് എന്താ പ്രൊട്ടക്ഷൻ? ഗവൺമെന്റ് ഒന്നും തരികയില്ല, ഒന്നും തരില്ല. അത് പുള്ളി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങ് ഉണ്ടാക്കിയ ഒരു സ്കീം എന്നുള്ളതുള്ളൂ. മുദ്രയേക്കാളും നല്ലത് പിന്നെ PMEGPക്ക് കുറച്ച് ഈ DICയുടെയും ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനൊക്കെ പുറകെ നടക്കണം, അത് ശരിയായി കിട്ടണമെങ്കിൽ. അല്ല, DIC ഇപ്പൊ ധാരാളമായി കൊടുക്കുന്നുണ്ട് സാർ, ലാവിഷായിട്ട് കൊടുക്കും. ബാങ്കിനും താല്പര്യം അതാണ്. കാരണം 35% സബ്സിഡി ആയാലും കിട്ടുമല്ലോ തിരിച്ച്. അത് ബാക്ക് എൻഡ് സബ്സിഡി അല്ലേ, അത് ചെറുതാണേലും ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടക്കുമല്ലോ, അവിടെ കടന്നോളുമല്ലോ. പിന്നെ അത് അടച്ചില്ലെങ്കിൽ ഒരു കുടിശ്ശികയ്ക്കുള്ള ലെറ്റർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ സബ്സിഡി തിരിച്ചു എടുത്ത് ഡെബിറ്റ് ചെയ്യാൻ പറ്റും. ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, 3 years ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതിനോട് ഒരു കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ ആ കുടിശ്ശിക വരുത്തി എന്നുള്ള ലെറ്റർ ഏതെങ്കിലും ഒരു അദാലത്തിനും കൂടെ കോപ്പി വെച്ചുകൊണ്ട് അയച്ചു കഴിഞ്ഞാല് ഉപയോഗിക്കാമെന്നാ പറയുന്നത്. അത് ഉപയോഗിക്കാം. 35% അഷ്യൂർഡാണ്, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായല്ലോ. ബാക്കി ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറിന്റെ ടെലിഫോൺ നമ്പർ കിട്ടിയാൽ തിരക്കിട്ടില്ല. ഓക്കെ, പറയാം സാറേ, പറഞ്ഞേക്കട്ടെ. 94 95 00 58 27. ഓക്കെ, താങ്ക് യു. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ അതോറിറ്റി ആരാ സാറേ? ഇപ്പൊ ഈ ഇവരെ സഹായിക്കാനുള്ള ഈ MSMEയുടെ ഗവൺമെന്റ് തലത്തിലുള്ള അതോറിറ്റി ആരാ ഉള്ളത്? MSMEയുടെ വായ്പ കൊടുക്കുന്ന ബാങ്ക് തന്നെയാ സാറേ. അല്ല, ബാങ്ക് കൊടുത്തു, പക്ഷെ അതിനെ ഒരു അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് വേറെ സർക്കാരിൽ നിന്ന് സംവിധാനം അങ്ങനെ യാതൊന്നുമില്ല. MSMEയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഏജൻസികൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. വായ്പയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇതുമില്ല. അല്ല, ഗൈഡ് ലൈൻസ് തരുന്നതിനും ഒക്കെ അവര് സഹായിക്കില്ല. ഗൈഡ് ലൈൻസ് തരാൻ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഉണ്ട്. എവിടുന്ന ഡയറക്ഷൻ കിട്ടുന്ന? എവിടുന്ന? MSME മിനിസ്ട്രി തന്നെ ഉണ്ട് സാർ. മിനിസ്ട്രി ഉണ്ട്, എസ്റ്റാബ്ലിഷ് ഓർഗനൈസേഷൻ. അല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ ഇതല്ലേ?
കേന്ദ്ര സർക്കാരിന്റെ ഇത് കേന്ദ്ര ഞാൻ സർക്കാരിന്റെ ചോദിച്ചത് ഇത് ഓരോ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും സഹായം ഈ സ്റ്റേറ്റിലും കാര്യത്തിൽ ഉണ്ടോന്ന് വെച്ചാൽ ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതല്ലേ? അല്ല സംസ്ഥാന സർക്കാരിന്റെ ഒന്നുമില്ല ഇതിനകത്ത്. ഇല്ല ഇല്ല ഇല്ല. യാതൊരു ഇത് കാര്യം എന്നാലും എല്ലാ കേന്ദ്ര സ്റ്റേറ്റിലും അതിന്റെ ഓഫീസുണ്ട്, എല്ലാ ഡിസ്ട്രിക്റ്റിലും അതിന്റെ ഓഫീസുണ്ട്. അതുണ്ട്. സെൻട്രൽ ഉണ്ട് ഗവൺമെന്റ് നേരിട്ടുള്ളതാണ്, സ്റ്റേറ്റിന് വലിയ റോളൊന്നുമില്ല. സ്റ്റേറ്റിന് ഇതിനകത്ത് വലിയ റോളൊന്നും. ഏതായാലും സാറിന്റെ ഈ ക്ലാസ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഇതായിരുന്നു. ഇപ്പൊ വന്നപ്പോ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. എല്ലാവരും പ്രൊസീജിയറും ഒക്കെ ശരിയല്ലേ. പിന്നെ ഇത് തന്നെയല്ല, എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇന്നത്തെ ക്ലാസ്സാണ്. കാരണം ഇതിന്റെ ചില ആവശ്യങ്ങളുമായിട്ട് വേറെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ആലോചിച്ചതെന്ന് തോന്നുന്നു. ഇത് കേട്ടവര് പലർക്കും ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ അല്ല, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇതുപോലെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ സാമ്പത്തികമില്ല കയ്യില്, അത് കിട്ടുമായിരുന്നു എങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഇപ്പൊ വേറെ കൂലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് ഞാൻ തന്നെ എന്തെങ്കിലും ആ സഹായം ഉണ്ടെങ്കിൽ പറ്റുമായിട്ട് സഹായിക്കാവോ എന്ന് ചോദിച്ചു നടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ അസിസ്റ്റൻസും കൊടുക്കേണ്ടി വരും. കാരണം അവരതുപോലെ ആയിരിക്കും. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ആഗ്രഹമുണ്ട്. കാരണം അവരുടെ കൈവിരൽ കൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മറ്റൊരിടത്ത് പോയി ചെയ്ത് അതിന്റെ റിന്യൂമറേഷൻ കിട്ടുക, വളരെ സഹായമായിരിക്കും. ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ളതിന്റെ മെമ്പേഴ്സിന്റെ ഒരു ജോലിയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അവർ ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ക്ലാസ് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഒരിക്കൽ കൂടി പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് നോക്കാം അല്ലേ? ഓക്കെ സാർ, നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ഓക്കെ, ഗുഡ് നൈറ്റ്.